ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഇല്ല ചിത്രം മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. ഓം ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയും ഓർക്കുന്നു അകവും പുറവും തെങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദതയാ സിന്ധു ജയിക്കുക ആഴമേറും നിൻ മഹസ്സാവാഴിയിൽ ഞങ്ങളാകവി ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ദിനമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രേതാത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് പാനൂർ പ്രദേശത്തുള്ള പൗരപ്രമുഖരും നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമൊക്കെ ചേർന്നുകൊണ്ട് ഇന്നിവിടെ ഒരു ശ്രദ്ധാഞ്ജലി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ചിത്രനെ നമ്മൾ സ്മരിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തെ കർമ്മനിരതനായ ഒരു ചെറുപ്പക്കാരൻ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ് പോയിരിക്കുകയാണ്. ചെറിയ ഒരു കാലഘട്ടത്തിൽ അസുഖബാധിതനായി അവരെ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ചിത്രൻ നാട്ടിലെ ഏതൊരു പ്രശ്നത്തിലും നേരിട്ടിടപെട്ടുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖമായിരുന്നു ചിത്രൻ്റെ. അവരുടെ കുടുംബത്തിൻ്റെ സ്നേഹമസൃണമായ പെരുമാറ്റത്തിലും അവൻ്റെ കുടുംബത്തോട് ചേർന്നുകൊണ്ട് സ്നേഹത്തോടുള്ള സ്നേഹവായ്പും ആ കുടുംബത്തിനുണ്ടായ തീരാ നഷ്ടവും മകൻ്റെ വിദ്യാഭ്യാസവും പൂർത്തീകരിക്കാനാകാതെ കുടുംബത്തിൻ്റെ കർമ്മങ്ങളിൽ നിരതനായിരിക്കേണ്ട സമയത്താണ് ചിത്രം നമ്മെ വിട്ടുവരുന്നത്.
ആ കുടുംബത്തോടുള്ള ദുഃഖം ഈ അവസരത്തിൽ ആദ്യമേ ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ചിത്രൻ ഒരു ദുഃഖ സ്മരണ തന്നെയാണ്. അത്രമേ കർമ്മനിരതനായ ഒരു ചെറുപ്പക്കാരൻ, അത് പാർട്ടിയെന്നോ ശ്രീനാരായണ പ്രസ്ഥാനമെന്നോ മറ്റു മേഖലകൾ, ഏത് മേഖലകളിൽ ഇടപെടുകയുള്ളൂ, അവൻ്റെ ആ ചുറുചുറുക്ക് നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. അവൻ്റെ ജോലി സംബന്ധമായും അതുപോലെ തന്നെയാണ്. രാത്രിയും പകലുമില്ലാതെ നിരന്തരം ഒരു കഠിനാധ്വാനിയായിരുന്നു ചിത്രൻ. അങ്ങനെയുള്ള ചിത്രൻ്റെ അകാല വിയോഗം നമ്മെ അത്രമേൽ വേദനയുണ്ടാക്കുന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ചിത്രനെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അധാർമിക പ്രവണതയ്ക്കെതിരെ നിശബ്ദമായിട്ടുള്ള ശബ്ദം ഉയർത്തിക്കൊണ്ട് വ്യത്യസ്തമായ സമുദായങ്ങളെയും മത സമൂഹത്തെയും വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്നതിന് നിതാന്ത ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നിതാന്ത ശ്രമം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏത് നാട് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും വ്യത്യസ്തമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, അവരവരുടെ പ്രസ്ഥാനങ്ങൾ വലുതാണ്, മറ്റ് പ്രസ്ഥാനങ്ങൾ ചെറുതാണ് എന്നുള്ള അന്ധമായ വിശ്വാസ പ്രമാണങ്ങളിൽ പരസ്പരം വിദ്വേഷവും ശത്രുതയും അക്രമവും നടത്തി വരുന്ന
ഒരു സാഹചര്യമാണ് ലോകം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് എതിരായിട്ട് എല്ലാ മനുഷ്യരെയും ക്രോഡീകരിച്ച് കൊണ്ടുവരണം എന്നുള്ളതും ആ ക്രോഡീകരണത്തിലൂടെ മനുഷ്യ സമുദായത്തെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് എവിടെയും സമാധാനപരമായിട്ടുള്ള ഒരു ജീവിത നൗക പടുത്തുയർത്തി ഈ സംസാര സാഗരത്തെ കടന്ന് നമുക്ക് നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓരോ സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക മത സാംസ്കാരിക പ്രവർത്തകയുടെയും ദൗത്യം എന്നുള്ളത്. ഒരു പഞ്ചമഹായജ്ഞത്തിലൂടെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പഞ്ചമഹായജ്ഞത്തിൽ മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 5 ഘടകങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതിലാദ്യത്തേത് ബ്രഹ്മയജ്ഞം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ബ്രഹ്മയജ്ഞത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും അനുഷ്ഠിക്കേണ്ടതാണ്, ലോകം മുഴുവനും. അങ്ങനെയാണ് ഈ മഹർഷിമാരൊക്കെ അതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം ഉണ്ടാവണം. വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ഉയർച്ച ഉണ്ടാക്കി എടുക്കണം. വിവേകം താനെ വരില്ല, യത്നിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്ന് ഗുരു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ ആ രീതിയിലേക്ക് നമുക്ക് വളർന്ന് വികസിക്കണം. വിദ്യാഭ്യാസപരമായിട്ടുള്ള സർവ്വവിധ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളിലൂടെ പഠനം, ഭാഷകളുടെ പഠനം, കാര്യങ്ങൾ, അതോടൊപ്പം അപരാവിദ്യയിൽ നിന്നും പരാവിദ്യയിൽ കടക്കുവാനുള്ള വലിയൊരു തത്വജ്ഞാനപരമായിട്ടുള്ള ഗ്രാഹ്യവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപരാവിദ്യ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അജ്ഞാനത്തിൽ നിന്നും അജ്ഞാനത്തിലൂടെ പടർന്ന് പഠിക്കുന്നതായിട്ടുള്ള പഠനം. ആ പഠനം കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് മുഴുവനും തന്നെ അപകടകരമായ അവസ്ഥയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മറ്റൊരു രീതിയിലേക്ക് പോകുന്ന, അതായത് ഒരു കടും പിടുത്തത്തോട് കൂടിയിട്ട് അറിവില്ലായ്മയിലൂടെ വരുന്ന പ്രശ്നങ്ങളാണ് ലോകം മുഴുവനും നടന്നു വരുന്നത്. പരാവിദ്യ എന്ന് പറയുമ്പോൾ ആ പരമമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ശാസ്ത്രാന്വേഷണമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അറിവാണ് പരാവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ പരാവിദ്യയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മൈൻഡെല്ലാം തന്നെ നല്ല ഓപ്പൺ മൈൻഡായിട്ട് വരും. ആ ഓപ്പൺ മൈൻഡിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങൾ ഒന്നായിട്ട് വളർച്ചയുടെ മനുഷ്യധർമ്മം എങ്ങനെ പരിപാലിക്കണം എന്നതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. രണ്ടാമത്തെ ദേവയജ്ഞമാണ്. ഉപാസനകൾ, പ്രാർത്ഥനകൾ, ജപം, ധ്യാനം, ഇതൊക്കെ അതിൽ യോഗ തുടങ്ങിയായിട്ടുള്ള എല്ലാ വ്യത്യസ്തമായ സമുദായങ്ങളായാലും വ്യത്യസ്തമായിട്ടുള്ള ഏത് എടുത്തു നോക്കിയാൽ അവരവരുടെ ആരാധനാ സമ്പ്രദായങ്ങളിലൂടെ പോകുന്നതായിട്ടുള്ള വലിയൊരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള. മൂന്നാമത്തെ പിതൃയജ്ഞം, നമ്മുടെ പാരമ്പര്യ ശാസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. നാലാമത്തെയാണ് ഭൂതയജ്ഞമാണ്. അത് മാനുഷികമായിട്ടുള്ള, അതായത് നമ്മുടെ ഏറ്റവും ദൗത്യം എന്ന് പറയുന്നത് നമ്മോടൊപ്പം കഴിയുന്നതായിട്ടുള്ള ജീവജാലങ്ങളെയും സസ്യലതാദികളെയും പരിരക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യം അതിൽ കിടക്കുന്ന അവസാനത്താണ് മാനുഷയജ്ഞം എന്ന് പറയുന്നത്. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ മനുഷ്യൻ മുമ്പിലോട്ട് പോകണമെന്ന് അവൻ്റെ ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായിട്ടുള്ള ജീവിതം കൊണ്ട് എന്തൊക്കെ നേടി എന്ന് പറയുമ്പോൾ ഈ പഞ്ചമഹായജ്ഞമാണ് മനുഷ്യരെ ഉയർത്തിയെടുക്കുന്നതിൽ നമുക്ക് ഉത്തമമായിട്ടുള്ള വരുന്നത്. അതിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ലോകം മുഴുവനും നമുക്ക് പറഞ്ഞു തന്ന് പഠിപ്പിച്ച് വന്നിട്ടുള്ളത്. അത് ഇപ്പോൾ ചിത്രനെ സംബന്ധിച്ചിടത്തോളം ചിത്രൻ പരമാവധി ജീവിതത്തിൽ അത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി വളരെയധികം യത്നം നടത്തിയിരുന്നു. ആ യത്നം നടത്തുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ അത് ഉപോത്പലകമായി എടുക്കുകയും ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ ദാർശനങ്ങളുടെയും കൊണ്ടുവരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ജീവിതത്തിലേക്ക് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുചെന്നെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ സാധ്യത ആണ് ചിത്രൻ നമുക്ക് നടത്തി വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള വലിയൊരു ദൗത്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ലളിതമായിട്ടുള്ള ജീവിതവൽക്കരണം, അതോടൊപ്പം തന്നെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുക,
എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കണം. ഇപ്പോൾ ചിത്രനെ സംബന്ധിച്ച് ഒരു മാസം മുമ്പ് ഈ സംഭവങ്ങൾ നടക്കുന്നതിന് മുമ്പായിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ സ്കൂളിൽ ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മൾ പഠിച്ചു വരുന്നതിലെ സഹപാഠികളുടെ ഒരു വലിയൊരു കൂട്ടായ്മയിൽ എത്തി നിൽക്കാനൊക്കെ നമുക്കൊക്കെ സാധിക്കും. അപ്പോൾ കാരണം വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വസ്തുതകൾ എന്ന് പറയുന്നത് ഓരോ മനീഷികളും, മനീഷി എന്ന് പറഞ്ഞാൽ പണ്ഡിത എന്ന അർത്ഥത്തിലാണ്, അറിവ് എന്നുള്ള അർത്ഥത്തിലാണ് മനീഷി എന്ന് പറയുന്നത്. ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകമൊക്കെ ആ രീതിയിലാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ വ്യക്തിയും അവരവരുടേതായിട്ടുള്ള പാണ്ഡിത്യം, അറിവ് അത് സമൂഹത്തിലേക്ക് എത്രത്തോളം പ്രചോദനപ്പെടുത്താൻ ജീവിതത്തിൽ സാധിച്ചുവോ ആ സാധ്യതയാണ് നമ്മെ ഒരു ധന്യതയിലേക്ക് എത്തിക്കുന്നത്, അവരെ അമരത്വത്തിലേക്ക് എത്തിക്കുന്നത്. അവർ എന്നും മനുഷ്യ മനസ്സിലൂടെ പരമ്പരാഗതമായി ജീവിക്കുന്നു എന്നുള്ളത് അതുതന്നെയാണ് മഹാത്മാക്കളുടെ ജീവിതത്തിലേക്ക് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള ബുദ്ധനെയും യേശുവിനെയും ശങ്കരനെയും അതോടൊപ്പം എല്ലാ ഗുരുക്കന്മാരെയും ജൈനനെയും എല്ലാം നമുക്ക് വാത്സ്യായനെയും എല്ലാം വാൽമീകിയെയും അതോടൊപ്പം തന്നെ വ്യാസനെയും എല്ലാവരും നമ്മൾ ഓർമ്മിച്ച് വരുന്നത് എന്ന് പറയുന്നത് നമുക്ക് എന്നും നവോന്മേഷം നൽകുന്ന രീതിയിലേക്ക് എത്തിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആ രീതി ഫോളോ ചെയ്ത് പോകുവാൻ നമുക്കൊക്കെ സാധിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന അറിവില്ലായ്മ, നാളെ മഹാത്മാഗാന്ധിയുടെ ജയന്തി വരുന്ന ഈ സന്ദർഭത്തിൽ പോലും മഹാത്മജി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റാറുണ്ട്. ആ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് മുമ്പിലോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് നല്ല ഒരു വഴി, സത്യസന്ധമായിട്ടുള്ള സനാതനമായിട്ടുള്ള, സനാതനം എന്ന് വെച്ചാൽ അനശ്വരം എന്നുള്ളതാണ്, ആ ഒരിക്കലും നശിക്കാത്ത വിധത്തിലേക്കുള്ള ധാർമ്മികത ഉയർത്തിക്കൊണ്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. നമ്മുടെ രാഷ്ട്രത്തോടുള്ള കടപ്പാട്, രാഷ്ട്രത്തിൻ്റെ ദേശീയത, ആ ദേശീയ അഖണ്ഡത, എവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെ എല്ലാ പൗരന്മാരെയും ഒരുമിച്ച് കാണുവാനുള്ള ദാർശനികത, ഇതെല്ലാം കൊണ്ടുവരാനുള്ളത്. അപ്പോൾ ചിത്രനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലത്തിലേക്ക് എത്തിച്ചേർന്ന വലിയൊരു ശ്രീനാരായണീയനാണ്, വലിയൊരു ഗാന്ധിയനാണ്, വലിയൊരു സർവ മത സമന്വയത്തിൻ്റെ പന്ഥാവാണ് എന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ നമ്മുടെ ഈ ഇന്നത്തെ 21-ാം ദിവസം ഈ ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് ശ്രീ ചിത്രനെ അനുസ്മരിക്കുമ്പോൾ ആ ചിത്രൻ്റെ ആത്മാവിനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അതോടൊപ്പം ഗോവിന്ദൻ അടച്ചോളിയും ചാത്തുക്കുട്ടിയെയും നമ്മൾക്ക് ആ രീതിയിലേക്ക് ഒന്ന് അനുസ്മരിക്കുവാനും നമുക്കൊന്ന് സാധിക്കുവാനായിട്ട് ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ള മനുഷ്യൻ പോലെ ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിൽ പറയുന്ന പോലെ പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ജഠരേ ശയനം എന്നുള്ള ആ ഈരടികൾ എടുത്ത് പരിശോധിക്കുമ്പോഴും എല്ലാ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾ എല്ലാവരും പറഞ്ഞ ഒരു കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മ സിദ്ധാന്തത്തിൻ്റെ ഭാഗങ്ങളിലൂടെ വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാം പുനർജനനം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആര് ജനിച്ചാലും മരിച്ചാലും അതിനുശേഷം എടുത്തു നോക്കുമ്പോൾ അതിൽ വീണ്ടും നമ്മൾ ജനിക്കും. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ വീണ്ടും ജനിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ആത്മാക്കൾക്കും എല്ലാ തരത്തിലും ഉള്ള ഭഗവത്ഗീതയിൽ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ആരും മരിക്കുന്നില്ല. ആത്മോപദേശ ശതകത്തിൽ ഗുരുവും പറയുന്നത് ആരും ജനിക്കുകയും ചെയ്യുന്നില്ല മരിക്കുകയും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ശരീരം സ്വീകരിക്കുന്നു, വീണ്ടും കർമ്മങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും ഒരു വലിയൊരു ജീവിത ചക്രമായിട്ടാണ് ഉള്ളത്. ഇതൊരു പരമമായിട്ടുള്ള സത്യമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ശരീരത്തിനല്ല പ്രാധാന്യം, അത് ആത്മാവിനാണ് പ്രാധാന്യം. ആത്മാവിനെ ഗുരു അറിഞ്ഞിരിക്കുന്ന പോലും അറിവ് എന്ന രീതിയിലാണ്, ആ ബോധം എന്ന രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ഇത് നല്ലൊരു സ്വച്ഛന്തമായിട്ടുള്ള ശാന്തത അനുഭവിക്കുവാൻ ശ്രീ ചിത്രനും ഗോവിന്ദൻ അടച്ചോളിക്കും അതോടൊപ്പം
ശ്രീ ചാത്തുക്കുട്ടി അവർക്കൊക്കെ ആ ഒരു തലത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുണ്ടാവും. കാരണം വെച്ചാൽ നല്ല കർമ്മങ്ങൾ നന്മയിലൂടെ എത്തിച്ചേർന്നാൽ പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും നല്ല സദ്ഗതി തന്നെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനമൊക്കെ പിന്നെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ച് ചേരുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാദേശകത്തിൽ ആരോടുള്ളവനാണ് ജീവി എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൂടെ അൻപ് അനുകമ്പ ഉള്ള ഒരു വ്യക്തി എപ്പോഴും എന്തായിട്ട് തരും, വലിയൊരു ചിരഞ്ജീവിയായിട്ട് ജീവിക്കും എന്നുള്ളത് തന്നെ, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ദൈവിക ശാസ്ത്രം ആ രീതിയിലേക്കാണ് നമ്മൾ ചൊല്ലുന്നത്. അത് സത്യമായിട്ടുള്ളതാണ്. ആ സത്യത്തിലേക്ക് നമുക്ക് ഒരു ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഓം പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാം നമുക്ക് ആ ഒരു എത്തുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഗന്നാഥൻ്റെ, അള്ളാഹുവിൻ്റെ, കർത്താവിൻ്റെ, ഈശോ മിശിഹായുടെ, യഹോവയുടെ, ഭാരതാംബയുടെ എല്ലാ മൂർത്തികളുടെയും എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ചിത്രനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ തൻ്റെ ആശയങ്ങളുണ്ടെങ്കിലും ആദർശങ്ങളുണ്ടെങ്കിലും അതിനേക്കാളുപരി സൗഹൃദവും സ്നേഹവും എല്ലാ വിഭാഗം ജാതി മതത്തിന് അനുകൂലമായി എല്ലാവരിലും എത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ ചിത്രൻ. ചിത്രനൊരു വഴിക്ക് പോകുമ്പോൾ പുഞ്ചിരിയോടുകൂടി മാത്രമേ പോകാമായിരുന്നുള്ളൂ. ആരെ കണ്ടാലും ഒന്ന് നിർത്തി സൗഹൃദ സംഭാഷണം നടത്തി, എന്നിട്ട് അവരെ കാര്യങ്ങൾ പോലും അന്വേഷിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ചിത്രൻ എത്രയും പെട്ടെന്ന് ഓടിയെത്തുമായിരുന്നു. അതായിരുന്നു ചിത്രൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായ, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ആവശ്യമായ, നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ഏറ്റവും വലിയ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദർശങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ശ്രീ ചിത്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ആവശ്യമാണ്, ഈ കാലഘട്ടത്തിൽ ഈ നാടിന് ആവശ്യമാണ്. ആ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തൻ്റെതായ പ്രവർത്തന ശൈലിയിലൂടെ ഏകനായും കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കാൻ ചിത്രന് സാധിച്ചിട്ടുണ്ട്. BDGS എന്ന നിലയിലും അതിൻ്റെ യൂത്ത് മൂവ്മെൻറ്റ് എന്ന നിലയിലും തൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ കൂടെ മത്സരിച്ച ചിത്രനും ഉണ്ടായിരുന്നു. പക്ഷെ അത് സൗഹൃദപരമായ മത്സരമായിരുന്നു. ചിത്രനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ ആശയങ്ങളുണ്ടായെങ്കിലും ഒരിക്കലും സൗഹൃദവും രാഷ്ട്രീയവുമായി ഇടകലർത്താൻ ചിത്രം തന്നില്ല. രണ്ട് രീതിയിൽ തന്നെയാണ് ചിത്രം കണ്ടത്. അത്രക്കും ഒരു കർമ്മോർജനമായ പ്രവർത്തനം ചിത്രം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ ഏത് വീടുകൾ എടുത്തു വെച്ചാലും ചിത്രൻ എന്ന് പറയുമ്പോൾ അറിയാത്ത വീടുകൾ വളരെ ചുരുക്കമാണ്. അതേപോലെ ടൗണുകളിലായാലും ശ്രീനാരായണ ഗുരു ദേവൻ്റെ സ്ഥലങ്ങളായാലും എല്ലാം ചിത്രൻ വളരെ സുപരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, സൗഹൃദം, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. കാരണം ഇന്നും നമുക്ക് ചിത്രൻ നമ്മെ വിട്ടുപോയോ എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, ഇത്ര പെട്ടെന്ന് വിട്ടുപോയി ചിന്തിക്കാൻ പറ്റാത്ത സാധ്യത. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസുഖം ബാധിച്ചു. പക്ഷെ അസുഖം ബാധിച്ചപ്പോഴും മനീഷിൻ്റെ നേതൃത്വത്തിലും മറ്റും ഏറ്റവും നല്ല ചികിത്സ കൊടുക്കാൻ സാധിച്ചു. പക്ഷെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ നിലനിർത്താൻ സാധിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ തീരുമാനം എന്താണോ അതനുസരിച്ച് ചിത്രം നമ്മളെ വിട്ടുപോയിരിക്കണം. പക്ഷെ എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ എന്നെന്നും ഓർമ്മിക്കാൻ ചിത്രൻ്റെ പ്രവർത്തനങ്ങളും ചിത്രൻ്റെ പുഞ്ചിരിയും സൗഹൃദം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രൻ്റെ ആത്മാവിന് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് തൻ്റെതായ സംഭാവനകൾ നിർവഹിച്ച വ്യക്തിയാണ്. ജനങ്ങൾക്കിടയിൽ ഏറ്റവും സജീവമായി അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച അനുഭവം ചിത്രനെ സംബന്ധിച്ചുണ്ട്. വ്യക്തിപരമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള ഒരു സുഹൃത്തു കൂടിയായിരുന്നു. സ്വാമിജി ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച്
പൊതുപ്രവർത്തകർ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു സൂചിപ്പിച്ചുള്ളത്, ചാത്തനും ലോനപ്പനും മായനുമാകും മുമ്പേ മർത്യനായല്ലോ നീ വന്നത് ഈ ഭുവനത്തിങ്കിൽ, മാന്യമാ മനുഷ്യത്വം നിനക്ക് മഹാമതം എന്നാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം ഈ വേദിയിലുള്ള എനിക്ക് ശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയവും വ്യത്യസ്തമാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കേറ്റവും ശക്തമായി പറയാനുള്ള വേദികളിലെല്ലാം പ്രകടിപ്പിക്കുകയും ചെയ്യാം. പക്ഷെ വ്യക്തിപരമായ ബന്ധം അത് ഏറ്റവും തീവ്രമായി കൊണ്ടു നടക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെയുള്ള വ്യക്തിപരമായ ബന്ധത്തെ ഏറ്റവും ഇടുങ്ങിയ നിലയിൽ കാണുന്ന ആളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരുന്നു ചിത്രൻ. അതാണ് ചിത്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചിത്രൻ മാത്രമല്ല, ചിത്രൻ്റെ അനുജൻ സുനിയുമായുള്ള ബന്ധം, വ്യക്തിപരമായ എൻ്റെ ബന്ധം പരിശോധിക്കുമ്പോൾ, സുനിക്ക് മറ്റുള്ള ആളുകളുമായുള്ള ബന്ധം പരിശോധിക്കുമ്പോഴും അത് കാണാൻ വേണ്ടി സാധിക്കും. അത് ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്. ഞാനിപ്പോൾ ധനഞ്ജയൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ, നേരത്തെ KKCയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് എന്ന്. അത് ഏറ്റവും ഇടുങ്ങിയമായൊരു ചിന്താഗതിയാണ്. ധനഞ്ജയൻ്റെ രാഷ്ട്രീയം ധനഞ്ജയനുണ്ട്, എൻ്റെ രാഷ്ട്രീയം എനിക്കുണ്ട്. ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാവരുമായിട്ടും വ്യക്തിപരമായ ഏറ്റവും അടുത്ത ബന്ധം എനിക്കുണ്ട്. സുരേന്ദ്ര മാഷുമായിട്ടുണ്ട്, നാണു മാഷുമായിട്ടുണ്ട്. നാണു മാഷ രാഷ്ട്രീയവും എൻ്റെ രാഷ്ട്രീയവും വളരെ വ്യത്യസ്തമാണ്. പക്ഷെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ ഇതൊന്നും ഒരു തടസ്സമായി കൂടാ. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പ്രകടിപ്പിക്കുമ്പോഴും ഏറ്റവും അടുത്ത വ്യക്തിപരമായ ഇൻറ്റിമസി വെച്ച് പുലർത്താൻ വേണ്ടി സാധിക്കണം. അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള അനുഭവം ചിത്രനുമായിട്ടുണ്ട്. അത് തന്നെയാണ് ചിത്രൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന നിലയിൽ എനിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അദ്ദേഹം നേരത്തെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ PK പ്രവീൺ അക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊഴിൽപരമായ കാര്യങ്ങളിലും അത്തരമൊരു പ്രത്യേകത ചിത്രനുണ്ടായിരുന്നു. ഈ പ്രത്യേകതയെല്ലാം ഉള്ള ചെറുപ്പക്കാരൻ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു കാര്യമായി പോയി. നനച്ചിരിക്കാത്തൊരു സമയത്താണ് അസുഖം വന്നുവിടുന്നത്. വളരെ വേഗത്തിലാണ് ആ സുഹൃത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത്. ഞാൻ വളരെ വിശദമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചിത്രൻ്റെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച് ഇവിടെ ഈ സദസ്സിലുള്ള ആളുകൾക്കെല്ലാം ധാരാളം കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കും. കല്യാണ വീടുകളിലായാലും, ആളുകൾ മരണപ്പെട്ട സന്ദർഭങ്ങളിലായാലും, ആളുകൾ ഒത്തുചേരുന്ന മറ്റ് വിഷയങ്ങളിലായാലും തന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അവിടങ്ങളെല്ലാം നിർവഹിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള പ്രത്യേകതയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. തീർച്ചയായും അത് നമ്മുടെ നാടിനുണ്ടായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടാകുന്ന വിടവ് പരിഹരിക്കാൻ കൂട്ടായിട്ട് ഇടപെടുക എന്നല്ലാതെ മറ്റു യാതൊരു മാർഗവുമില്ല. നേരത്തെയുള്ള 2 അനുസ്മരണ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് ചില സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ഇന്നാണെങ്കിൽ ഇന്നും എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് മനീഷിനെല്ലാം അറിയാം. ഞങ്ങളുടെ എല്ലാം കൂടെ പ്രവർത്തിക്കുന്ന CITUവിൻ്റെ ഒരു പ്രധാന ഭാരവാഹിയാണ് ഇന്നലെ അപ്രതീക്ഷിതമായി മരണപ്പെട്ടു പോയത്. അയാളുടെ അനുശോചന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇപ്പം താമസിച്ചുള്ളത്. ഇന്നാണെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ യോഗം കൂടി നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നഗരസഭാ കൗൺസിൽ നസീല കണ്ടിയിൽ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ പങ്കെടുത്തു പോയിട്ടുള്ള പ്രവീൺ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും. 40 വാർഡുകളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന അജണ്ടയുള്ള ഒരു കൗൺസിൽ മീറ്റിംഗ് ആയതുകൊണ്ട് ഈ അനുസ്മരണ പരിപാടിയിൽ പൂർണ്ണമായും പങ്കെടുക്കാൻ കഴിയാത്തതിലുള്ള പ്രയാസം കൂടി നിങ്ങളുമായി പങ്കുവെച്ച് ചിത്രൻ്റെ നല്ല സ്മരണകൾ, നല്ല ഓർമ്മകൾ പങ്കുവെക്കുന്ന ഈ സദസ്സിൽ എത്തിച്ചേർന്നുകൊണ്ട് ആ നല്ല ചെറുപ്പക്കാരനെ, നല്ല മനുഷ്യനെ ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ായിട്ടൊന്നും സംസാരിക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാർഡിൽ എന്ത് തന്നെ വിളിച്ചു പറഞ്ഞാലും ആ ടൈമിൽ സുനിയേട്ടനായിക്കോട്ടെ, ചിത്രേട്ടനായിക്കോട്ടെ, എന്ത് കാര്യത്തിനും നമ്മോടൊപ്പം മുന്നിൽ തന്നെ നിന്ന് സഹായിച്ചിട്ടുള്ളവരാണ്.
ചിത്രേട്ടൻ്റെ മരണസമയത്തും ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ട ഭക്ഷണം എല്ലാം സുനിയേട്ടൻ എത്തിച്ചു തന്നിട്ടുണ്ട്. അത്രയും കടപ്പാടുണ്ട് ഈ ബന്ധുക്കളോട്. സ്വന്തം ഒരു ബന്ധം പോലെ തന്നെയായിരുന്നു. ഒന്നും പറയാനില്ല, ഇത്രമാത്രം. പ്രിയപ്പെട്ട ചിത്രൻ, ഏത് കാലത്ത് തുടങ്ങിയ ബന്ധമാണ് എന്ന് ഓർമ്മിക്കാൻ കഴിയാത്ത അത്രയും ദീർഘമായൊരു കാലഘട്ടത്തിലെ ബന്ധം. ഈ പരിസരത്ത് തന്നെ ആദ്യഘട്ടത്തിൽ കേളോത്തപ്പാലത്തിനപ്പുറം താമസിക്കുന്ന ഒരാൾ വെസ്റ്റ് UPയിൽ 5ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴൊക്കെ ഈ പ്രദേശം ഇത്രയധികം വീടുകളില്ലെങ്കിലും ഉള്ള വീടുകളിലൊക്കെ കുട്ടികൾ എന്നുള്ള നിലയിൽ ബന്ധം, അദ്ദേഹത്തിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഒക്കെ ആയിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ ഘട്ടങ്ങളിൽ ഇങ്ങോളം പ്രിയപ്പെട്ട ചിത്രൻ്റെ കുടുംബം, ചിത്രൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളുമായുള്ള ബന്ധം, ഇതൊക്കെ ചിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ചിത്രൻ്റെ ഓർമ്മകൾ ഒരു മായാത്ത ചിത്രമായി എന്നും മനസ്സിൽ സൂക്ഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഭാഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കച്ചവട സ്ഥലം എന്നുള്ള നിലയിൽ കാണാമെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ മുന്നിലാണത്. അപ്പോൾ ദൈനംദിനം ചിത്രനെ ഞാൻ കാണാറുണ്ട്. നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾക്ക് ചിരിക്കാൻ പോലും അറിയില്ല എന്ന ഒരു വസ്തുത നമുക്ക് പല അനുഭവങ്ങളിലുമുണ്ട്. കാണുമ്പോൾ വെറുതെ ചിരിക്കുക എന്നതല്ല, ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം, ആ പെരുമാറ്റം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് സ്നേഹം മനസ്സിലുണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയും വലിയൊരു സ്നേഹബന്ധം പ്രിയപ്പെട്ട ചിത്രനുമായി എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ രോഗമില്ല അവസ്ഥയിലും രോഗമില്ലാത്ത അവസ്ഥയിലുമൊക്കെ ഈ വീടുമായി ബന്ധപ്പെടാറുണ്ട്. പ്രിയപ്പെട്ട ചിത്രൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം, അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരനായൊന്നും എനിക്ക് കാണാൻ സാധ്യമല്ല. അത് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിൽ അങ്ങനെയും ഒരു പ്രവർത്തന മേഖലയുണ്ടായി. ആ മേഖലയ്ക്കപ്പുറം അദ്ദേഹം ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ എപ്പോഴും കാണുന്ന ഒരാൾ എന്നുള്ള നിലയിലുള്ള ആ ബന്ധം എന്നുമെന്നും പുതുമയോടുകൂടി നല്ല നിലയിൽ എത്തിച്ചേരുന്നതിന് സാധിച്ചിട്ടുണ്ട്. ചിത്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറാനുള്ള, ഒരു സ്നേഹത്തിൻ്റെ ഉറവിടം എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള വലിയ ഒരു മനസ്സിൻ്റെ ഉടമയായി ഞാൻ ചിത്രനെ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ബന്ധം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു പാഠമായി തീരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ബന്ധമായി നമ്മൾ കാണണം. ഇവിടെ പരാമർശിക്കപ്പെടുന്ന രാഷ്ട്രീയത്തിനും എല്ലാറ്റിനും ഉപരി മനുഷ്യബന്ധമാണ്, സ്നേഹബന്ധമാണ്. ആ സ്നേഹബന്ധത്തിൻ്റെ ആഴങ്ങളിൽ എപ്പോഴും ജനങ്ങളെ സ്നേഹിക്കാനും കാണാനും അതിൻ്റെ പരിധികൾ, അതിർവരമ്പുകൾ നമ്മൾ കാണേണ്ടതില്ല. അതിരുകൾ എപ്പോഴും നമ്മൾ ഇടാറുണ്ട്. പല കാര്യങ്ങളിലും അതിരിടുന്നവർ നമ്മൾ മനുഷ്യർ തന്നെയാണ്. അത് പല വിധത്തിലുള്ള അതിരുകളും നമ്മൾ സൃഷ്ടിക്കാറുണ്ട്. അത്തരം അതിരുകളെല്ലാം തന്നെ മാറ്റി ഒരു വിശാലമായ സ്നേഹബന്ധത്തിൻ്റെ ഉടമയായി മാറുന്നതിന് പ്രിയപ്പെട്ട ചിത്രന് എന്നും സാധിച്ചു എന്നത് തന്നെ വലിയ ഒരു കാര്യമായി നമ്മൾ കാണേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ്, ഒരു സ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ പോലെ ഒഴുകി നടക്കുന്ന ചിത്രനെയാണ് എനിക്ക് എൻ്റെ മനസ്സിൽ കാണാൻ സാധിക്കുക. എപ്പോഴും എല്ലാവരുമായി ബന്ധം. ഞങ്ങളുടെ ഈ ഭാഗത്തിൻ്റെ റോഡിൻ്റെ അങ്ങേ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടെ അയ്യപ്പ മഠത്തിൻ്റെ അപ്പുറമുള്ളതിൽ എനിക്ക് തോന്നുന്നു വീടിനേക്കാൾ കൂടുതൽ അദ്ദേഹം ചിലവഴിച്ച സമയം ആ പ്രദേശത്തായിരിക്കും. ഓരോ വീടുകളിലും ചിത്രൻ എന്ത് എന്നുള്ളത് ഓരോ ആളുകൾക്കും അറിയാം. അദ്ദേഹത്തിന് അസുഖം വന്നപ്പോഴും പിന്നീട് അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായപ്പോഴുമൊക്കെ ആ പ്രദേശത്തുകാർക്ക് വലിയ പ്രയാസമുണ്ടായി. അവരൊക്കെ പറയുന്നത്, എന്നെപ്പോലുള്ള ആളുകളോട് ചിത്രനെക്കുറിച്ച് പറയുന്ന ഒരു ചിത്രം അതാണ്, സ്നേഹത്തിൻ്റെ ആൾരൂപമായ ചിത്രൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മരണത്തെക്കുറിച്ചൊന്നും സ്വാമിജിയൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ഒരു മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ
ജീവിതത്തിൻ്റെ ഒരു ഗണ്ണിക മാറുന്നത് പോലെ നമ്മൾ അതിനെ കണ്ടാൽ മതി. അല്ലാതെ അത് അന്തിമമാണ് എന്നുള്ളതല്ല. പക്ഷേ ഒരു വലിയ കാലഘട്ടം കഴിയുമ്പോൾ നമ്മളെല്ലാവരും വിസ്മരിക്കപ്പെടും. ആ വിസ്മരിക്കപ്പെടുന്നതിനിടയിലുള്ള അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന സമൂഹം അദ്ദേഹത്തെ ഓർമ്മിക്കുക എന്നത് തന്നെ ധന്യമായ ഒരു കാര്യമായി നമുക്ക് കാണേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അദ്ദേഹത്തിനോടുള്ള ആദരവ് നമ്മുടെ മനസ്സിൽ, ആ ആദരവിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഒരുപാട് ആളുകൾ, പ്രിയപ്പെട്ട മനീഷ് പറഞ്ഞപ്പോഴും എല്ലാവരും എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ 3-ാം ഘട്ടമാണെന്ന് തോന്നുന്നു. എനിക്കതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ചിത്രനെ എന്നും കാണുകയും എന്നും ബന്ധപ്പെടുകയും എപ്പോഴും ആ ചിരിച്ച മുഖം എന്ന് ഞാൻ പറയില്ല, ആവശ്യത്തിന് ചിരിക്കുന്ന കൃത്രിമത്വമില്ലാത്ത ചിത്രൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പ്രിയപ്പെട്ട ചിത്രൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ നമിക്കുക എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എന്നും ആ ബന്ധം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ചിത്രൻ ഉണ്ടായിരുന്ന ഘട്ടത്തിലുള്ള ബന്ധം എന്തോ ആ ബന്ധം എനിക്കെന്നും ഉണ്ടായിരിക്കും. എന്ത് ആവശ്യം, ചെറിയ കാര്യങ്ങളാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുക, അത്തരം കാര്യങ്ങൾ ഒരു വിളിപ്പുറത്തിന് അപ്പുറം ഞാൻ ഉണ്ടായിരിക്കും എന്നതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. പ്രിയപ്പെട്ട ചിത്രൻ്റെ മുന്നിൽ, ഓർമ്മകൾക്ക് മുന്നിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നു. ചിത്രൻ്റെ ശ്രദ്ധാഞ്ജലി പരിപാടി ഇതിനു മുന്നേയും പാനൂർ ബസ് സ്റ്റാൻഡിലും ഇവിടെയൊക്കെ നടന്ന പരിപാടിയിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ചിത്രനെ ഞാൻ വിശേഷിപ്പിക്കുന്നത് നന്മ നിറഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ്. സ്വന്തം കാര്യം പോലും മറന്നിട്ട് നാടിനു വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും കർമ്മനിരതമായി പ്രവർത്തിച്ച് ഏത് സമയത്തും വിളിച്ചാൽ അദ്ദേഹം ഉണ്ടാകും, വെളിപ്പുറത്തുണ്ടാകും. അങ്ങനെ നാടിന് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടും ഒരുപാട് നന്മകൾ ചെയ്ത ഒരു ചെറുപ്പക്കാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാൻ ചിത്രനുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നത് കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷൻ സമയത്താണ്. അദ്ദേഹം ഇവിടെ BDJS സ്ഥാനാർത്ഥിയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഖ്യകക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിലൊക്കെ പോയപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തനത്തിനിറങ്ങിയപ്പോഴൊക്കെ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടായിരുന്നു ആ സമയത്തൊക്കെ, തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പ്രവർത്തിച്ചിട്ടത്. എതിരാളിയെ കുറിച്ചിട്ട് ഒരു മോശമായൊരു വാക്കോ പ്രവൃത്തിയോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറയാറുണ്ട്, ഞങ്ങളുടെ സൗഹൃദ മത്സരമാണ്, ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. എല്ലാ വീടുകളിലും കയറിയിട്ടും എല്ലാവരോടും എനിക്ക് വോട്ട് ചെയ്യണം, ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖമുള്ള ഒരു സ്ഥാനാർത്ഥി. ആ സമയത്താണ് ഞാൻ കൂടുതലായിട്ട് അടുക്കുന്നത്. ആ സമയത്തൊക്കെ വളരെ പോസിറ്റീവായിട്ട് ശുഭപ്രതീക്ഷയോടുകൂടിയൊക്കെ ആ മത്സര രംഗത്തുണ്ടായിരിക്കുന്ന ചിത്രൻ്റെ ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. ആ മരണങ്ങളിൽ അത്തരത്തിലുള്ളൊരു മരണമാണ് ചിത്രൻ്റെ മരണം. ചിത്രൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, ഈ നാടിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തോട് അദ്ദേഹത്തിനുള്ള വളരെ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല വിവരമുണ്ടായിരുന്നു. ശ്രീനാരായണീയ ഗ്രന്ഥങ്ങളോടും ശ്രീനാരായണീയ തത്വചിന്തകളോടും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോടും അതിലൊക്കെ അത് ഈ നാട്ടിൽ മുഴുവൻ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിൽ എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ നാടിന് നഷ്ടപ്പെട്ട ഒരു മാതൃകാ പൊതുപ്രവർത്തകൻ്റെ ആ ഒരു അനുസ്മരണത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കേണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ചിത്രൻ്റെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുന്നിൽ നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് വിഷ്ണുപാദത്തിലെത്തിയിട്ട് ചേരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്ന പ്രിയപ്പെട്ട ചിത്രൻ്റെ
മരിക്കാത്ത ഓർമ്മകൾ അയവിറക്കുകയാണ് നമ്മൾ ഈ വീട്ടുമുറ്റത്ത്. ഈ ഭൂമി ലോകത്ത് മനുഷ്യന് എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമെങ്കിൽ അതവൻ്റെ മരണം മാത്രമാണ്. ബാക്കിയൊക്കെ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യും. പക്ഷെ മരണമെന്നത് അനിവാര്യമായ ഒരു സത്യമാണ്. എന്നാൽ ചില മരണങ്ങൾ അതുമായി നമുക്ക് പൊരുത്തപ്പെടാൻ, മാനസികമായി പൊരുത്തപ്പെടാൻ വളരെയേറെ പ്രയാസപ്പെടാറുണ്ട്. ക്ഷണികമായ ഈ ലോകത്ത് ആ ചെറിയ സമയത്തിനുള്ളിൽ അവർ സമൂഹത്തിനും നാട്ടിനുമാകെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടവരായി മാറുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: നിർമ്മലമായ മനസ്സും ആളുകളോട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യവും. അങ്ങനെ ചേർന്ന് നിൽക്കുന്നതും ചേർത്ത് നിർത്തുന്നതും ദൈവപ്രീതിക്ക് കാരണമാകുമെന്ന വിശ്വാസവും സമന്വയിക്കുമ്പോൾ ആ മനുഷ്യൻ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിക്കുന്ന ഒരാളാവും. ഞാൻ ഉറപ്പിച്ച് പറയും, അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട ചിത്രൻ. വളരെ അകാലത്തിലാണ് അദ്ദേഹം നമ്മളോട് യാത്ര പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം സെക്രട്ടറി എന്ന നിലയിലാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതെങ്കിലും ചിത്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കുടുംബത്തിലെ അംഗത്തിൻ്റെ വിയോഗം പോലെ ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു വിയോഗമാണ് ചിത്രൻ്റേത്. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കീഴിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി കിടപ്പ് രോഗികളെ, ക്യാൻസർ രോഗികളെയൊക്കെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഞങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റിംസ് എന്ന പേര്. രാവും പകലുമില്ലാതെ സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുന്ന ഒരു സംവിധാനമാണത്. നമ്മൾ വരച്ചു വെക്കുന്ന ജാതിയും മതവും വർഗവും വർണ്ണവുമെല്ലാം അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് മനുഷ്യനെല്ലാം ഒന്നായി ചേർക്കുന്നൊന്നുണ്ട്. അത് രോഗാവസ്ഥയാണ്. അത്തരത്തിലുള്ള അവസ്ഥക്ക് നമ്മളൊരിക്കലും ആ അതിർവരമ്പുകൾ ഭേദിച്ചു കൊണ്ടുപോവേണ്ടി വരും എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. ആ സ്റ്റിംസിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം അതിൻ്റെ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി ഞങ്ങളൊരു ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചിരുന്നു. 50,000 ബിരിയാണിയാണ് നമ്മുടെ മെഗാ ബിരിയാണി ചാലഞ്ച്. എനിക്ക് തോന്നുന്നത് അതിനു മുമ്പോ അതിന് ശേഷമോ അത്ര വിപുലമായ രീതിയിലുള്ള ഒരു ചാലഞ്ച് നമ്മുടെ പ്രദേശത്തൊന്നും നടന്നിട്ടില്ല. പക്ഷെ ചാലഞ്ച് എന്ന വാക്കിന് 100% അടിവരയിരുന്ന ഒരു സംഭവമായിരുന്നു അത്. കാരണം 50,000 പാക്കറ്റ് ബിരിയാണി ഉണ്ടാക്കി വിതരണം ചെയ്യുക എന്നത് അതിൻ്റെതായ സാങ്കേതികത്വമെല്ലാം ഒത്തുവരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ശുദ്ധമായ വെള്ളം കിട്ടുക എന്നതാണ്. ഞങ്ങളുടെ പരസ്പര ബന്ധം വെച്ചുകൊണ്ട് ചിത്രനോട് ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചു. ചിത്രൻ അത് ഏറ്റെടുക്കുകയാണ്. സ്റ്റിംസിൻ്റെ കോർഡിനേറ്റർ അനീഫ് ഇവിടെയുണ്ട്, അദ്ദേഹം അത് വിശദീകരിക്കും. ചിത്രൻ അത് ഏറ്റെടുക്കുകയാണ്. ഞങ്ങളൊക്കെ 2-3 ദിവസം ഉറക്കമൊഴിഞ്ഞ് നൂറുകണക്കിന് വളണ്ടിയർമാർ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ചിത്രൻ ഞങ്ങളോടൊപ്പം ആ 2-3 ദിവസവും ഒരു തരി ഉറങ്ങാതെ എവിടെയാണോ വെള്ളത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം വേണം, അതെവിടെ നിന്ന് സമാഹരിക്കുന്നു എന്നതിനെക്കുറിച്ചും അത് കംപ്ലീറ്റ് ഹെൽത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. കാരണം എന്തെങ്കിലും ഒരു ചെറിയ പാകപ്പിഴ വന്നു പോയാൽ നിങ്ങൾക്കറിയാൻ വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ ചിത്രം ഞങ്ങളോട് പറഞ്ഞു, ധൈര്യമായിട്ട് നിന്നു. ആ കാര്യം പൂർണ്ണമായും ഞാൻ ഏറ്റെടുക്കുന്നു. 3 ദിവസവും പൂർണ്ണമായും അതിനുവേണ്ടി ഓടി നടന്ന് ഒരു തരി ഉറങ്ങാതെ ഞങ്ങളിലൊരു വളണ്ടിയറായി നിന്ന് ആ 50,000 എന്നത് ഞങ്ങൾ 53,000-ലേക്ക് അത് ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അവസാന പാക്കറ്റും ഒഴിഞ്ഞു പോകുന്ന കൊടുത്തു തീരുന്നത് വരെ ഞങ്ങളോടൊപ്പം സഹകരിച്ച ചിത്രൻ ഞങ്ങളുടെ വലിയൊരു ഓർമ്മയാണ്. അതൊരു നന്മയുടെ ഭാഗം കൂടിയാണ്. കാരണം എടുക്കുന്നൊരു തൊഴിൽ എന്നതിലപ്പുറത്തേക്ക് ഈ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്ഥിതി,
അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ചിത്രനിങ്ങനെ അസുഖമുണ്ട് എന്ന് ഞാൻ അറിയുന്നത്. കുടുംബക്കാരോ ബന്ധുക്കാരോ ഒരു പറഞ്ഞിട്ടല്ല, പക്ഷേ പുറത്തു നിന്നാണ് ഞാൻ അറിയുന്നത്. ഞങ്ങൾ ആദ്യം ചെയ്തത് ഞങ്ങളുടെ മുഴുവൻ സംവിധാനത്തെയും ഇവിടെ പറഞ്ഞേക്കുകയായി. ഇവിടെ പറഞ്ഞേച്ച് കാര്യങ്ങൾ ഡോക്ടർ അടക്കമുള്ള ആളുകൾ അന്ന് അന്വേഷിച്ചപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ ചിത്രം നല്ല പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഒരു തരത്തിലുള്ള പ്രയാസം വരരുത് എന്നതുകൊണ്ട് ഡോക്ടർ ഞങ്ങളുമായി സംബന്ധിച്ച കാര്യങ്ങളൊന്നും ചിത്രവുമായി പങ്കുവച്ചില്ല. വയറിൽ വെള്ളം നിറയുന്ന അവസ്ഥയായിരുന്നു. നിങ്ങൾ ആലോചിക്കേണ്ട, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് എത്ര ലിറ്റർ വെള്ളമാണ് കുത്തിയെടുക്കുന്നത് അറിയാം. 5-6 ലിറ്റർ വെള്ളമൊക്കെ കുത്തിയെടുക്കുന്ന കേസുകളുണ്ട്. 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് നിറയുക. അപ്പോൾ അതിനുവേണ്ടി ആശുപത്രിയിലേക്ക് പോകേണ്ട സ്ഥിതി ഞങ്ങൾ പറഞ്ഞു പൂർണ്ണമായും ഞങ്ങൾ നിർവഹിക്കാം. പക്ഷേ ചിത്രം പറഞ്ഞു ഞാനന്ന് ആശുപത്രിയായി ബന്ധപ്പെട്ട് അങ്ങനെ ആശുപത്രിയിലേക്ക് പോയി. പിന്നീട് ഇത് മാത്രമാണ് ചെയ്യാനുള്ളത് എന്ന് കൃത്യമായി വന്നപ്പോൾ പ്രിയപ്പെട്ട മനീഷ്, അത് ചിത്രനോടൊപ്പം എല്ലാ സമയവും ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അവസാന നിമിഷം വരെ കൂടെ നിന്നിട്ടുള്ള മനീഷ്. ആ മനീഷ് ചിത്രനെയും കൂട്ടി നമ്മുടെ സ്ഥാപനത്തിൽ വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് മരണം വരെ, അവസാന ശ്വാസം പോകുന്നത് വരെ ചിത്രനോടൊപ്പം ഈ ദൗത്യത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നത് സന്തോഷത്തോടു കൂടിയാണ് ഓർമ്മിക്കുന്നതെങ്കിലും ചിത്രന്റെ മരണത്തോടുള്ള സങ്കടം ഓർമ്മിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചേർത്തുവെപ്പിൻ്റെയും ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ചിത്രം നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത്. കലുഷിതമാണ് നമ്മുടെ കാലഘട്ടം. ഈ കലുഷിതമായ കാലഘട്ടത്തിൽ നമ്മൾ അറിയേണ്ടത് മനുഷ്യനെത്ര നിസ്സാരനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വയനാട്ടിലെ ദുരന്തം നിങ്ങൾക്കറിയാലോ. ഇരുന്ന കസേരയിൽ നിന്ന് അതേ അവസ്ഥയിലാണ് ഡെഡ് ബോഡി വളണ്ടിയർമാർക്ക് കിട്ടുന്നത്. അതിനർത്ഥം ആ കസേരയിൽ നിന്നൊന്നും മാറി നിൽക്കാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് വെള്ളപ്പാത്തിന് അദ്ദേഹം കടന്നുപോയി എന്നാണ്. ഞങ്ങൾ ഇന്നലെ ആ പ്രദേശത്തുണ്ടായിരുന്നു. ചൂരൽമലയിലും മറ്റും ഞങ്ങളുടെ സ്റ്റിംസിൻ്റെയും സഹകരണവുമായി ബന്ധപ്പെട്ട് സംവിധാനവുമായി ബന്ധപ്പെട്ട് പോയതാണ്. പറയുന്ന കഥകൾ, കേൾക്കുന്ന കഥകൾ നമ്മൾ അറിഞ്ഞതിൻ്റെ എത്രയോ അപ്പുറത്തേക്കാണ്. പക്ഷേ നമ്മളെപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ ഓർമ്മിക്കേണ്ടത് മനുഷ്യന്റെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയെക്കുറിച്ചാണ്. ചിത്രൻ എത്ര കാലം നമ്മളോടൊപ്പം ഉണ്ടാവേണ്ടവരായിരുന്നു. ചിത്രന് എത്രയേറെ മോഹങ്ങളും ചിത്രനെ കൊണ്ട് എത്രയെത്ര കാര്യങ്ങളും ഈ സമൂഹത്തിന് ലഭിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ നിശ്ചയം അതവിടെ അവസാനിച്ചു പോവുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മൾ. അതിനിടയിലുണ്ടാവുന്ന നമ്മുടെ ചിത്രതയും നമ്മുടെ വൈരാഗ്യവും നമ്മുടെ വിരോധവും അതൊക്കെ പരസ്പരമുള്ള സ്നേഹം കൊണ്ട് അലിഞ്ഞില്ലാതാക്കി തീർത്ത് മനുഷ്യന്റെ സാഹോദര്യവും സ്നേഹവും ഊട്ടിയുറപ്പിച്ച് മനുഷ്യനെന്ന മാനുഷിക വികാരത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് പ്രചോദിതമാകേണ്ടുന്ന ഇത്തരം മരണങ്ങൾ നമുക്ക് ആ സന്ദേശം നമ്മുടെ മനസ്സിൽ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഏതായിരുന്നാലും ഒട്ടേറെ നന്മകൾ ബാക്കി വെച്ചുകൊണ്ടാണ് ചിത്രം നമ്മളോട് യാത്ര പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ നന്മകളെല്ലാം നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ആ നന്മകളൊക്കെ നാളെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ചെയ്യുന്നു. സവിശേഷതകൾ ഇവിടെ ഏറെ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ മനുഷ്യ ജീവിതം യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത് പരസ്പരം സഹായിക്കുക, ആ സഹായത്താൽ അവരുടെ സ്നേഹം കരസ്ഥമാക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും ധാർമ്മികവും നമ്മൾ അർഹിക്കുന്നതുമായ ഒരു വികാരമാണ്. ഇവിടെ ചിത്രനെ പറ്റി എനിക്ക് മുൻപ് സംസാരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാരൊക്കെയും സാംസ്കാരിക രംഗത്തുള്ളവർ പറഞ്ഞതുപോലെയൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തെ പറ്റി എനിക്ക് അത്രമാത്രമൊന്നും പരിചയമില്ലാത്തതിൻ്റെ ഒരഭാവം എന്നിലുണ്ട്. എന്നിരുന്നാലും നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴൊക്കെ തലയാട്ടിക്കൊണ്ടുള്ള ഒരു ചിരി അത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷമായ ഒരു ഗുണമാണ്. അത് എല്ലാവരിൽ നിന്നും ലഭിക്കാറില്ല. ചില ആളുകളിൽ ഉണ്ടാകുന്ന അപ്രമാദിത്യമോ എന്തോ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി കണ്ണുപോലും തുറന്നു നോക്കാൻ കഴിയാത്ത മനോഭാവമുള്ള അവരുടെ ഇടയിൽ ചിത്രനെ പോലെയുള്ള നന്മയുള്ള മനുഷ്യരുടെ അഭാവം അത് ഒരു വലിയ ഒരു നഷ്ടം തന്നെയാണ്.
കാരണം പരസ്പരം നമ്മൾ സഹായിച്ചുകൊണ്ട് മനുഷ്യകുലത്തിൻ്റെ വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്നാൽ കഴിയുന്ന എന്താണോ ചെയ്യാൻ കഴിയുക അത് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ആ ഒരു സിദ്ധി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതിൻ്റെ നമ്മുടെ ഉദാഹരണം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവരുടെ അഭാവം നമുക്കറിയാം. നമ്മുടെ സാമൂഹിക രംഗത്ത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന പല ഗുണങ്ങളും, മനസ്സിൽ സ്നേഹമുദ്രകൾ ഇപ്പോൾ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യരെ പരസ്പരം കൂട്ടിയിണക്കുന്ന അത്തരം ആ വികാര വായ്പ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനുഷ്യർ പരസ്പരം ശത്രുക്കളെ പോലെയോ അല്ലെങ്കിൽ ഞാനാണ് വലിയവൻ എന്ന അഹംഭാവത്തിൻ്റെയോ മറ്റോ ഒരു ഒരു വേർതിരിവിൻ്റെ അതിർവരമ്പുകൾക്ക് അപ്പുറമുള്ള ഒരു വികാരത്തിന് അതിന് വശപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ ചിത്രനെ പോലെയുള്ളവരുടെ ആ ഒരു നിലപാട് ഇതിനെല്ലാം വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ ഈ വന്നിട്ടുള്ള കുടുംബത്തിനും അതുപോലെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും വന്നിട്ടുള്ള ഈ തീരാ നഷ്ടത്തിൽ ഞാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. നമ്മളോട് വിട പറഞ്ഞ ചിത്രൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ മുറ്റത്ത് ചിത്രത്തിൻ്റെ ഒരുപാട് സവിശേഷതകൾ നമ്മളിവിടെ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രനുമായി ഒരുപാട് വർഷത്തെ പരിചയമുള്ള ഒരാൾ എന്നുള്ള നിലക്ക് ആ സവിശേഷതകളൊക്കെ ഇവിടെ എണ്ണി അദ്ദേഹത്തെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി എൻ്റെ മുൻ പ്രാസംഗികന്മാർ ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ ആ പ്രസന്നമായ മുഖഭാവമാണ്. എന്നും ചിരിച്ചുകൊണ്ട്, നേരത്തെ പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെ കൊണ്ടും കഴിയുന്നൊരു കാര്യമല്ല. എന്നും ചിരിച്ചുകൊണ്ട് പ്രസന്നവദനായി നിൽക്കുക എന്നുള്ളത് ഏത് സാഹചര്യത്തിലും അതൊരു പ്രത്യേക സവിശേഷത തന്നെയാണ് ഒരു വ്യക്തിയുടെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ചിത്രൻ ഇവിടെ ബാക്കിയായി പോയിട്ടുള്ളത് നമ്മുടെ സൗഹാർദ്ദവും സ്നേഹവും സഹവർത്തിത്വവുമൊക്കെയാണ്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും സൗഹാർദ്ദപരമായും സന്തോഷത്തോടെയും ഇടപെടുന്ന ആ ചിത്രൻ്റെ വേർപാടിൽ ഈ നാടിനും സമൂഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും ഈ കുടുംബത്തിനും ഒക്കെ ഉണ്ടായിട്ടുള്ള തീരാദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. സ്വാമി പരമാനന്ദ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ മനീഷ്, വേദിയിലുള്ള ശ്രീ ഷൗൽ അമീദ്, സുരേന്ദ്രൻ മാസ്റ്റർ, മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും പറയുന്നൊരു വാക്കാണ് സത്യത്തെ അംഗീകരിക്കണമെന്നുള്ളത്, സത്യം പറയണമെന്നുള്ളത്. നമ്മളൊരു ചൊല്ല് തന്നെയുണ്ട്, സത്യധർമാദികൾ വെടിഞ്ഞിടിന പുരുഷൻ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലുമെന്ന്. ഈ സത്യത്തെ അംഗീകരിക്കണം, സത്യം പാലിക്കണം. പക്ഷേ മരണം എന്നുള്ള ആ സത്യത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ മനുഷ്യ സഹജമായ ഒരു പ്രത്യേകതയാണ്. നമ്മളാരും ഇഷ്ടപ്പെടാത്തതാണ്, പക്ഷെ സത്യമാണത്. അങ്ങനെയുള്ള ആ ഒരു സത്യം നമ്മുടെയൊക്കെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. ഇന്നു ഞാൻ നാളെ നീ എന്നാണ് പറയാറ്. പക്ഷെ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ സ്വാമിജി ഇവിടെ പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയം മനുഷ്യന് മരണവുമില്ല ജനനവുമില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് വീണ്ടും പുനർജന്മം ഉണ്ടാകുന്നതാണ്.
നമ്മൾ പറയാറുണ്ടല്ലോ, കോടിക്കണക്കിന് കോടാനുകോടി ജീവജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജന്മമാണ് മനുഷ്യജന്മം എന്നുള്ളത്. അത് ലഭിക്കുക എന്നുള്ളത് വലിയൊരു ശ്രേയസ്സാണ്. അതൊരു അപൂർവമായി ലഭിക്കുന്ന ഒരു വരമാണ് മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ കിട്ടിയ അപൂർവങ്ങളിൽ അപൂർവമായ ആ ഒരു വരദാനം, മനുഷ്യജന്മം എന്നുള്ള വരദാനം, അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. സത്യം, അതേപോലെ തന്നെ ധർമ്മം, അഹിംസ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മോക്ഷം കിട്ടണം. അർത്ഥം, കാമം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 കാര്യങ്ങൾ. അവസാനത്തെ വാക്ക് നമ്മൾ മോക്ഷം എന്നാണ് പറയാം. ഏതൊരാളും ആഗ്രഹിക്കുന്നത് നമുക്ക് മോക്ഷം കിട്ടണം. മോക്ഷം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറയുക നമ്മുടെ ആത്മാവിങ്ങനെ അലഞ്ച് നടക്കും എന്നൊക്കെ പണ്ട് പറയാറുണ്ട്. അപ്പോൾ മോക്ഷം കിട്ടുക എന്നുള്ളത് ഒരു പരമമായ നമ്മുടെ ഒരു ധർമ്മമാണ്, സത്യമാണ്, ആവശ്യമാണ്. ഭഗീരഥൻ അദ്ദേഹത്തിൻ്റെ പൂർവികന്മാർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് ഗംഗാ നദിയെ ഭൂമിയിലേക്ക് ഒഴുക്കിയത്. അത് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഒരു എല്ലാ ധർമ്മങ്ങളുടെയും വിശ്വാസമാണ്. പുനർജന്മം ഉണ്ടാകും, വീണ്ടും നമ്മൾ ജനിക്കും എന്നുള്ളത്. ആ മോക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ ഈ 4 ഘടകങ്ങളിൽ കൂടി പോകണം. സത്യം, അതായത് നമ്മുടെ ജീവിതത്തിൽ ധാർമ്മികമായ രീതിയിൽ, സത്യമായ രീതിയിൽ നമ്മൾ ജീവിക്കണം. അങ്ങനെ നമ്മുടെ ആ ധർമ്മം നമ്മൾ പാലിക്കണം. അർത്ഥം, കാമം, പിന്നെ ധർമ്മം പാലിച്ചു കഴിഞ്ഞു, അങ്ങനെ അർത്ഥമുണ്ടാക്കണം. ആ അർത്ഥം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ എന്ന് നമുക്ക് പറയുന്നത്, ആ മോക്ഷം ഉണ്ടാവുക. നമ്മളൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണം, അദ്ദേഹത്തിന് മോക്ഷം കിട്ടണമെന്നാണ്. അദ്ദേഹം ദൈവ സന്നിധിയിലേക്ക് എത്തിച്ചേരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, മോക്ഷം കിട്ടാൻ വേണ്ടിയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിഷ്ണു പുരാണത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അർത്ഥ ഗൃഹേ നിവർത്തന്നെ. നമ്മുടെ വീട്ടിൽ നമ്മുടെ സമ്പത്തൊക്കെ ഉപേക്ഷിക്കും മരിച്ചു കഴിഞ്ഞാൽ. ശ്മശാനെ പുത്ര ബാന്ധവ, നമ്മളെ ശവം ശ്മശാനത്തിൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കളും ബന്ധുക്കളും ഒക്കെ കൂടെ വരും. അവരെ നമ്മൾ അവിടെ ഉപേക്ഷിക്കും. പിന്നീട് നമ്മളെ കൊണ്ടുപോകുന്നത് എന്താ? നമ്മൾ ചെയ്തു വെച്ച സുഹൃതം ദുഷ്കൃതം ചെയ്യുക ഗച്ഛന്തമനു ഗച്ഛതി. നമ്മൾ കൊണ്ടുപോവുക, നമ്മൾ ചെയ്തു വെച്ച ജീവിതകാലത്ത് നമ്മൾ ചെയ്തു വെച്ച സുഹൃതങ്ങളും ദുഷ്കൃതങ്ങളും മാത്രമാണ് നമ്മളെ കൂടെ ഉണ്ടാവുക. ബാക്കിയൊക്കെ മറക്കും. എത്ര സമ്പത്തുണ്ടായിക്കഴിഞ്ഞാലും, എത്ര സുന്ദരനായി കഴിഞ്ഞാലും, എത്ര ആരോഗ്യവാനായി കഴിഞ്ഞാലും അതൊന്നും നമ്മളെ ഓർമ്മിക്കില്ല. നമ്മുടെ ജീവിതകാലത്ത് ചെയ്തു വെച്ച ഈ സുഹൃതങ്ങളാണ്. ആ സുഹൃതങ്ങൾ മാത്രമേ അവസാന നിമിഷം വരെയും, ലോക അവസാനം വരെയും നമ്മുടെ കൂടെ നമ്മളെ ഓർമ്മിക്കാൻ ഉണ്ടാകൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ കിട്ടിയ അപൂർവമായി കിട്ടിയ ഈ ജീവിതത്തെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് സമൂഹത്തിനും കുടുംബത്തിനും അതുപോലെ തന്നെ രാഷ്ട്രത്തിനുമൊക്കെ ആവശ്യമായ ബലം കൊടുക്കുന്ന, ശക്തി കൊടുക്കുന്ന, നന്മ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് പോകേണ്ടതാണ്. അല്ലാതെ നമുക്ക് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ ഒരു കൃമിയായി അല്ലെങ്കിൽ ഒരു കീടമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയായി ജനിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മനുഷ്യനായി ജനിക്കണേ എന്നുള്ളതാണ്. ആ മനുഷ്യജന്മം പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങളും പൂർണ്ണമാകണം. ആ കർമ്മങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ അരികിൽ തന്നെ എത്തിച്ചേരും. ഇത് തന്നെയാണ് ഖുറാനിലും പറയുന്നത്, ഇത് തന്നെയാണ് ബൈബിളിലും പറയുന്നത്, തന്നെയാണ് സനാതന ധർമ്മത്തിലും പറയുന്നത്. അങ്ങനെയുള്ള കിട്ടിയ അപൂർവ ജീവിതത്തെ
ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നവരാരാണോ അവനെയാണ് അമരൻ എന്ന് പറയുക, മരിക്കാത്തവൻ എന്ന് പറയും. അങ്ങനെ മരിക്കാത്തവനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ചിത്രനും ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ആ ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ ഈശ്വരൻ്റെ തൃപ്പാദങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹം. ആ ഒരു ആഗ്രഹം അദ്ദേഹത്തിന്, ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ഉണ്ടാകും. ആ ഒരു പ്രാർത്ഥനയോടുകൂടി ശ്രീ ചിത്രനെ ഞാൻ അനുസ്മരിക്കുകയാണ്. കാരണം കഴിഞ്ഞ വർഷം ഗുരുസന്നിധിയുടെ വാർഷികത്തിന് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വൈകുവോളം ആ ഗുരുസന്നിധി പരിസരത്ത് അലങ്കരിക്കാനും കൊടികെട്ടാനും ഒക്കെ ചിത്രനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള നിസ്വാർത്ഥമായ തൻ്റെ വിശ്വാസത്തിൽ അതിൻ്റെ വിജയത്തിന് വേണ്ടി, അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല മാതൃകയാക്കിയിട്ട് ചിത്രനെ നമ്മൾ മാതൃകയാക്കേണ്ട അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമ്മളെല്ലാവരും സ്മരിച്ചുകൊണ്ട് ചിത്രൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പൂർണ്ണമായും ശാന്തി ലഭിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തിന് ആ വേർപാട് മറക്കാനുള്ള ശക്തി ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് ഒരിക്കൽ കൂടി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മെ വിട്ട് വിരിഞ്ഞ ചിത്രൻ, അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ പാനൂരിൻ്റെയും പരിസരത്തുമുള്ള പൊതുജീവിതത്തിൽ ചിത്രൻ വഹിച്ച ചിത്രൻ്റെ സാന്നിധ്യം എത്രത്തോളം വലുതായിരുന്നു എന്ന് കഴിഞ്ഞ 2-3 അനുസ്മരണ പരിപാടിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാവരും പറഞ്ഞതുപോലെ വളരെ ഊർജ്ജസ്വലതനായ ഒരു ചെറുപ്പക്കാരൻ, തൻ്റെ ഭാരിച്ച ചുമതലകൾക്കുള്ളിലും തന്നിലേൽപ്പിച്ച സംഘടനാബോധവും തന്നിലേൽപ്പിച്ച പ്രവൃത്തികളും യാതൊരു വിധത്തിലുള്ള പോരായ്മകളും കൂടാതെ ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, അദ്ദേഹത്തെ ദൂരെ നിന്ന് നോക്കിക്കാണുന്നവർക്കും ഏറെ വേദനാജനകമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പാനൂർ SNDP യൂണിയനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്ന, ഇവിടെ പലരും പറഞ്ഞതുപോലെ ഏത് സമയത്തും, അത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ നിന്ന് വന്നുകൊണ്ട് ചിലപ്പോൾ 8 മണിയാകാം, ചിലപ്പോൾ 12 മണിയാകാം, അദ്ദേഹം ഞങ്ങളെല്ലാവരും കൂടി ചെയ്യുവാൻ തീരുമാനിച്ച കാര്യം തന്നെ ഒറ്റക്ക് തന്നെ ഏറ്റെടുത്ത് നടത്തുവാൻ ത്രാണിയും പക്വതയുമുള്ള ഒരു നിസ്വാർത്ഥ സേവകനായിരുന്നു ചിത്രനെ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതലൊന്നും ഈ അവസരത്തിൽ നിങ്ങളോട് പറയുന്നില്ല, കാരണം അനുഭവസ്ഥരാണ് നിങ്ങൾ. ചിത്രൻ്റെ ഓരോ കാലത്തും അവൻ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ച വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ നോക്കിക്കണ്ട് നിൽക്കുന്ന നിങ്ങളോട് കൂടുതലൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, ഒരു സമൂഹത്തിനാകെ ഏറെ പ്രയാസകരമാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്.
അവളുടെ ദുഃഖത്തിലും ഏറെ വേദനയോടുകൂടി തന്നെ ആ ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് എല്ലാവർക്കും നാണുമാഷ് പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യ ജന്മങ്ങൾക്കും മോക്ഷം ലഭിക്കുക എന്നതാണ് ഒരു മനുഷ്യായുസ്സിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ മോക്ഷം ലഭിക്കുവാൻ തികച്ചും പ്രാപ്തിയുള്ള ശ്രീ ചിത്രൻ്റെ ആത്മാവിൻ്റെ മുന്നിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ നാട്ടിനും ആ കുടുംബത്തിന് നേരിട്ട പ്രയാസത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ അവസരത്തിൽ അദ്ദേഹത്തോട് തോന്നുന്ന ദുഃഖത്തിലും ഞാനും പങ്കുചേരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിത്രൻ്റെ അനുസ്മരണ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ചിത്രൻ്റെ കുറിച്ച് ചിത്രൻ ആരായിരുന്നു, എങ്ങനെയായിരുന്നു ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് ഇവിടെ വളരെ നന്നായിട്ട് തന്നെ മറ്റുള്ളവർ സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല. ചിത്രൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും ചിത്രൻ്റെ വിയോഗത്തിൽ ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടും എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിനുള്ള നന്ദി അർപ്പിച്ചുകൊണ്ടും എല്ലാവിധ അനുസ്മരണവും രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട നാട്ടുകാർ, കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാരെ, നമ്മളൊരു നാടിൻ്റെ വെളിച്ചം അണഞ്ഞു പോയിട്ട് ഇന്നേക്ക് 21 ദിവസമായി. ആ ഒരു വെളിച്ചം വീണ്ടും നമുക്ക് തിരികെ തന്നിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു പരിപാടിയോടുകൂടി പ്രിയപ്പെട്ട സ്വാമിജി ഇവിടെ തിരിതെളിച്ചുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, പ്രിയപ്പെട്ട ചിത്രൻ എന്തായിരുന്നു എന്ന് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം. നമുക്കെല്ലാവർക്കും നമ്മുടെ നാട്, ജനിച്ച നാട് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നാട് തന്നെയാണ്. ജനിച്ച മണ്ണായാലും ജനിച്ച നാടായാലും അത് നമ്മൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നാടും മണ്ണും തന്നെയാണ്. പക്ഷെ ആ ഒരു ജനിച്ച നാടിൻ്റെ പ്രിയപ്പെട്ടനാവുക എന്നുള്ളത് അപൂർവം ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള ആ ഒരു സിദ്ധി ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു അംഗീകാരം ലഭിച്ച ഒരു വലിയ ഒരു മനസ്സിനുടമയാണ് പ്രിയപ്പെട്ട ചിത്രൻ എന്നാണ് നമുക്കെല്ലാവർക്കും കാണാൻ വേണ്ടി കഴിയുന്നത്. ആ ചിത്രൻ്റെ പ്രവർത്തനം പാനൂർ മേഖലയിൽ, പാനൂരിൻ്റെ ഒരു നാടിൻ്റെ പ്രിയപ്പെട്ടവനായി നിന്നുകൊണ്ട് ഒരു നാടിൻ്റെ ജനതയെ ആകെ അവരുടെ ഉള്ളിൽ നല്ല ഒരു സ്ഥാനം നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം പ്രിയപ്പെട്ട ചിത്രൻ്റെ ഭാഗത്ത് എന്നും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 3ാമത്തെ തവണയാണ് ഈ ഒരു അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, പ്രിയപ്പെട്ട ചിത്രൻ്റെ പ്രവർത്തനം എന്താണെന്നും അതിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃകയാണ് ഈ ഒരു ചടങ്ങ്. ഈ ഒരു ചടങ്ങിൽ ഓൾ കേരള ലൈസൻസ്ഡ് ഫയർമാൻ അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് ഞാനിവിടെ കടന്നു വന്നത് പ്രിയപ്പെട്ട ചിത്രൻ്റെ ആ ഒരു തൊഴിൽ മേഖലയിലെ ഇടപെടൽ എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ ചിത്രൻ്റെ തൊഴിൽ മേഖലയിലുള്ള സംഘടനയുടെ പ്രതിനിധി എന്ന പേരിലുമാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, പ്രിയപ്പെട്ട ചിത്രൻ്റെ നമ്മുടെ സംഘടനയുടെ ഇടപെടൽ നമുക്കൊരിക്കലും, നമ്മുടെ സംഘടനയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കുടുംബമാണ് ഈ കണ്ടോത്ത് കുടുംബം. പ്രിയപ്പെട്ട ചിത്രനും ചിത്രൻ്റെ അച്ഛൻ കണ്ടോത്ത് കുമാരേട്ടൻ അടക്കമുള്ള ആളുകളെ ഒരുപാട് ത്യാഗത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് നമ്മുടെ ഈ ഒരു സംഘടനയെ 1972 രൂപീകൃതമായ സംഘടന. ആ രൂപീകരിക്കുന്ന സമയത്തൊക്കെ തന്നെ കണ്ടോത്ത് കുമാരേട്ടൻ അടക്കമുള്ള ആളുകൾ
ഈ ഒരു സംഘടന രൂപീകരിക്കാൻ മുൻനിരയിൽ നിന്ന ആളുകളാണ്. ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട ചിത്രനും നമ്മുടെ സംഘടനയ്ക്ക് കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ, തലശ്ശേരി പ്രദേശത്തുള്ള കിഴക്കൻ മേഖലയിൽ പാനൂർ പോലത്തെ പ്രദേശങ്ങളിലും കുളവല്ലൂർ പോലത്തെ പ്രദേശങ്ങളിലും നമ്മുടെ സംഘടനയ്ക്ക് വേരോട്ടം ഉണ്ടാകുന്ന രീതിയിലുള്ള വലിയ ഒരു പ്രവർത്തനമാണ് ചിത്രൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും ആ ഒരു കടപ്പാട് നമ്മുടെ സംഘടനയ്ക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. ആ ഒരു കടപ്പാടോട് കൂടി തന്നെയാണ് ഈ പറയുന്ന 3 അനുസ്മരണ ചടങ്ങിലും നമ്മളൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. എന്നാലും വലിയൊരു വേദനയുണ്ട് പ്രിയപ്പെട്ട ചിത്രം നമ്മെ വിട്ടുപോയത്. നല്ല ഒരു നാടിൻ്റെ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ, നാടിൻ്റെ പ്രിയപ്പെട്ടവൻ, എല്ലാവർക്കും 3, 4, 5 സംഘടനകളുടെ അമരത്തുകൂടി കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. നമുക്കറിയാം, ഇപ്പം BDJSൻ്റെയും ശ്രീനാരായണ കൂട്ടായ്മയുടെയും ഒക്കെ തന്നെ ഒരു വലിയ നഷ്ടം തന്നെയാണ് ചിത്രൻ. അതേപോലെ തന്നെ നമുക്കും നമ്മുടെ സംഘടനയ്ക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് ചിത്രൻ്റെ ഈ ഒരു വിയോഗം. ആ ഒരു വിയോഗത്തിൻ്റെ വിടവ് നമുക്ക് നികത്താൻ പറ്റാത്ത ഒരു വിടവ് തന്നെയാണ്. എന്തായാലും നമുക്ക് ഈശ്വര നിശ്ചയമുണ്ട്. മരണം ഏത് സമയത്താണ് നമുക്ക് വന്നു ചേരുക എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അപ്പം എന്തായാലും നമുക്ക് അത് അംഗീകരിച്ചേ മതിയാവൂ. എന്തായാലും ചിത്രൻ്റെ ഈ ഒരു വിയോഗത്തിൽ വളരെ വേദനയോടുകൂടി നമ്മുടെ സംഘടനയും ഈ ഒരു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ചിത്രൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകണമെന്ന് സർവശക്തനായ ജഗദീശനോടുള്ള പ്രാർത്ഥനയോടുകൂടി ഓൾ കേരള ലൈസൻസ് വയർമാൻ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഈ ഒരു ചടങ്ങിനും ചിത്രനും എല്ലാവിധ ബാഷ്പാഞ്ജലിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. പറഞ്ഞ അന്ന് മുതൽ ചിത്രന് വേണ്ടി എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെട്ടിട്ടുള്ള, വേദനയില്ലാതെ ചിത്രൻ ഈ ലോകത്ത് നിന്ന് മരണം നമ്മുടെ ദൈവദൃശ്യമാണ്. വേദനയില്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ആവശ്യമായ എല്ലാ സഹായം ചെയ്തിട്ടുള്ള പൂക്കോത്ത് തങ്ങൾ ഫൈരറ്റീവിൻ്റെ കോർഡിനേറ്റർ, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ബേങ്കിൽ അനീഫ, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ചിത്രൻ മരണപ്പെട്ടു എന്ന് 21 ദിവസം കഴിഞ്ഞിട്ടും നമുക്കാർക്കും ഇതുവരെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. സദാ പ്രസന്നമായ മുഖത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളിൽ എവിടെയോ ചിത്രനുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംസാരിച്ചവരെല്ലാം ചിത്രൻ്റെ പ്രധാന ഗുണമായി പറഞ്ഞിട്ടുള്ളത്, നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്, തീർത്തും ശുദ്ധമായ ഹൃദയവും സഹാനുഭൂതിയും കരുണയും നൈർമല്യവുമാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിത സമ്പാദ്യമായി അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇവിടെ ഷാവുൽ സൂചിപ്പിച്ചു, സ്റ്റിംസ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട ധനശേഖരണാർത്ഥം നമുക്കവിടെ ചെയ്തു തന്ന സേവനങ്ങളെല്ലാം ഷാലു വിട്ടുപോയതായിരിക്കും. ഏകദേശം 1.5 ലക്ഷത്തോളം ലിറ്റർ വെള്ളം നമുക്കതിനാവശ്യമായി വന്നിരുന്നു. എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ എല്ലാം തവിട് പൊടിയാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിശ്വാസപൂർവ്വം നമ്മൾ ഇത് ഏൽപ്പിച്ചു കൊടുത്തത് ചിത്രനെയാണ്. 3 ദിവസം ഇതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഊണില്ലാതെ ഉറക്കില്ലാതെ പ്രവർത്തിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും നമ്മെ ആശ്വസിപ്പിച്ചത്, ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, ഈ നാടിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പാകപ്പിഴയുമില്ലാതെ ഞാനത് ചെയ്തു തീർക്കും എന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ബില്ലിന് വേണ്ടി നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതിനെനിക്കൊരു പൈസയും വേണ്ട. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ അത് അദ്ദേഹത്തിന് വലിയ ബാധ്യതയായി മാറും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ നിർബന്ധപൂർവം, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇഷ്ടമുള്ള
ഒരു സംഖ്യ എന്താണോ അത് തന്നാൽ ഞാൻ മേടിക്കും. അങ്ങനെ ഈ കാലഘട്ടത്തിൽ പറയാൻ ചിത്രന് മാത്രമേ സാധിക്കൂ. എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ജാതിക്കും മതത്തിനും വർഗത്തിനും രാഷ്ട്രീയത്തിനുമെല്ലാം ഉപരിയായി മനുഷ്യനെന്ന ഒരു കാഴ്ചപ്പാട് മാത്രം മുൻനിർത്തിക്കൊണ്ട് ഈ കൊച്ചു കേരളത്തിൽ എല്ലാ അസമത്വത്തിനും അനീതിക്കും ഉച്ചനീചത്വത്തിനെതിരെ വലിയ സാമൂഹ്യ പോരാട്ടം നടത്തിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു അനുയായി എന്നുള്ള നിലയിൽ ചിത്രന് അങ്ങനെ മാറാനേ സാധിക്കുമായിരുന്നു. ലോകത്താകമാനം ഈ ഒരു സാമൂഹ്യ പോരാട്ടത്തിൻ്റെ വെളിച്ചം പകർന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായിയായിക്കൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഒരു ചെറുനിരി നാളമെങ്കിലും അദ്ദേഹത്തിന് പകർത്തി കൊടുക്കാൻ, അത് വെളിച്ചമാക്കി മാറ്റിക്കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഞാനും നിങ്ങളുമെല്ലാം ഇനി അദ്ദേഹത്തോട് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയുമെന്ന് ഉള്ളത് അദ്ദേഹം സഞ്ചരിച്ച വഴികളെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും നമ്മൾ ഓരോരുത്തരും അത് ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യൻ എന്ന കാഴ്ചപ്പാടോടുകൂടി എല്ലാ അസമത്വത്തിനെതിരായുള്ള പോരാട്ടങ്ങൾ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, മറ്റ് കുടുംബ അംഗങ്ങൾ. അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും അത് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ വിവരങ്ങളും നമ്മോട് കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് വേണ്ടതൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ പരസ്പരം നൽകിയ മനീഷ്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാർ, നാട്ടുകാർ, എല്ലാ ആളുകളുടെ ദുഃഖത്തിലും എൻ്റെ സംഘടനയായ സ്റ്റിംസ് പാലിയേറ്റീവിൻ്റെ ദുഃഖവും പ്രയാസവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 21 ദിവസം മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞ ചിത്രൻ കണ്ടോത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ അവസരത്തിൽ ചിത്രൻ എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മുടെ പ്രദേശത്തുണ്ടാകുന്ന ആദരവും ബഹുമാനവും അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ട് നേടിയെടുത്തതാണ്. നമ്മളെല്ലാവരും വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവരാണ്. എന്നാൽ ചിത്രൻ കണ്ടോത്ത് എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ ഏറ്റെടുത്തിട്ടുള്ള തൊഴിലുകൾ അദ്ദേഹം ആരിൽ നിന്നാണോ അത് ഏറ്റെടുത്തിട്ടുള്ളത് ആ പണി പൂർത്തീകരിക്കുമ്പോഴേക്കും ആ പണി ഏൽപ്പിച്ച കുടുംബങ്ങളിൽ ഒരു അംഗമായി തീരുന്ന ഒരു പ്രത്യേക നന്മ അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവാണ്. അത് അദ്ദേഹം നമ്മളെ ഓരോരുത്തരെയും കണ്ടുമുട്ടുമ്പോൾ പ്രകടിപ്പിക്കാറുണ്ട്. നമ്മളൊക്കെ ആളുകളെ കാണുമ്പോൾ പല വിധത്തിലുള്ള മുഖഭാവത്തോടു കൂടി ഒരു കണ്ട ലോക്യം അത് പുതുക്കി പോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിലൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ചിത്രനിൽ അങ്ങനെയല്ല. ചിത്രൻ ഇവിടെ സ്വാഗത ഭാഷണം സംസാരിച്ചിട്ടുള്ള അതിൽ പറഞ്ഞതുപോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടല്ല, പക്ഷേ സുരേന്ദ്ര മാഷ് പറഞ്ഞതുപോലെ ആവശ്യമുള്ളപ്പോഴെല്ലാം ആളുകളെ കാണുമ്പോഴെല്ലാം ചിരിച്ചുകൊണ്ട് ഒരാളെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അതിന് ആലിംഗനത്തിൻ്റെ പ്രതിധ്വനിയുണ്ട്. അതാണ് ചിത്രൻ്റെ തുറന്ന ഹൃദയം കാണിക്കുന്നത്. എല്ലാം അത്ഭുതമാണ്. ചിത്രൻ കണ്ടോത്ത് എന്ന ഈ ചെറുപ്പക്കാരൻ്റെ പൊതുപ്രവർത്തന മേഖല നമുക്ക് മനസ്സിലാക്കുമ്പോൾ
അത്ഭുതം തോന്നുകയാണ്. നിത്യവും കാണുന്ന ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെ ഉയർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. അതുതന്നെയാണ് ചിത്രൻ്റെ രോഗാവസ്ഥയും. ചിത്രന് ഇങ്ങനെയൊരു രോഗം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അത്ഭുതമായിരുന്നു. ചിത്രനോ ഇങ്ങനെയൊരു അസുഖമോ? അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചയിലും നമുക്ക് മനസ്സിലാകുന്നില്ല. ചിത്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഈ വീട്ടിലെത്തിയതിൻ്റെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഞാനും കുമാരൻ മാഷും ഇവിടെ വന്നിരുന്നു. പക്ഷെ ഊർജ്ജസ്വലനായിരുന്നു ചിത്രൻ അന്ന്. സാധാരണ പോലെ ചിരിച്ചുകൊണ്ട് മാഷേ മോഹനാട്ട എന്നൊക്കെ പറഞ്ഞ് നല്ല ചിരിയോടുകൂടി തന്നെ അദ്ദേഹം നമ്മളോടൊക്കെ സംസാരിക്കുകയും ഏറെ നേരം, എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ നേരം ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. നാട്ടിലുള്ള കാര്യങ്ങളും പൊതുകാര്യങ്ങളെല്ലാം ചിത്രൻ ഒരു പ്രവർത്തന മേഖലയിൽ എന്ന പോലെ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ ചിത്രൻ ഒരുപാട് കാലം ഇനിയും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഏറെ ദിവസങ്ങൾ വേണ്ടി വന്നില്ല. ചിത്രൻ്റെ മരണവാർത്ത അറിഞ്ഞു. അതും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ചിത്രന് ഇങ്ങനെയൊരു അസുഖം ഒരു 2-3 ആഴ്ച മുന്നേ കാണുമ്പോൾ ഇങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. എല്ലാം പെട്ടെന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ചിത്രൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. ആ ചിത്രൻ്റെ ഓർമ്മ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ചിത്രൻ്റെ നിര്യാണത്തിൽ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. പൊളിറ്റീഷ്യൻ, രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, ആ ഒരു വേർഡിന് വല്ലാതെ തേയ്മാനം വന്നിട്ടുണ്ട്. കാരണം വിവാഹ മാർക്കറ്റിൽ രാഷ്ട്രീയക്കാരൻ വേണ്ട, അല്ലെങ്കിൽ വലിയ ദൈക്ഷണിക നിലവാരമുള്ള ആളുകൾ ഇരിക്കുന്ന സ്റ്റേജുകളിൽ രാഷ്ട്രീയക്കാരൻ എന്ത് സ്ഥാനം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ഇപ്പം ഒരുപാട് പേര് സംസാരിച്ചു. അവരെല്ലാവരും മരിച്ച വ്യക്തിത്വത്തിൻ്റെ വിവിധ വശങ്ങളാണ് എക്സ്പോസ് ചെയ്തത് അല്ലെങ്കിൽ അനാവരണം ചെയ്തത്. ഞാനിനി ഒരു ചെറിയ സംഭവം പറയാം. ഞാൻ ഗവൺമെൻറ് മടപ്പള്ളി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് വടകര ബാലജനസഖ്യത്തിൻ്റെ ഒരു പ്രസംഗ മത്സര കളരി ഉണ്ടായിരുന്നു. ആ കളരിയിൽ ജൂനിയർ സീനിയർ വിഭാഗത്തിൽപ്പെട്ട കോളേജ് സ്റ്റുഡൻസിൻ്റെ പ്രസംഗ പരിശീലനം ഉദ്ഘാടനം ചെയ്യുന്നത് അഴീക്കോടാണ്, സൂമാർ അഴീക്കോടാണ്. ആ മത്സര കളരിയിൽ പങ്കെടുക്കാൻ ആ റെഗുലർ കോളേജ് പ്രിൻസിപ്പലുടെ ഒരു കത്ത് വേണം, അത്രയേ വേണ്ടു. അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, 10:30 മണിക്ക് ഫംഗ്ഷൻ അഴീക്കോട് എത്തി. അഴീക്കോട് പ്രസംഗ കലയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞു, അന്ന് കേരളത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സംപ്ലറിയായ ഒറേറ്ററാണ് അരങ്ങൽ ശ്രീധരൻ. അദ്ദേഹത്തെ പോലെ ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷും മലയാളവും സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ അന്നുണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം മാതൃഭാഷയായി ഇംഗ്ലീഷ് പഠിച്ച ആളാണ്. തരൂറിനെ പോലെ ജനിച്ചത് മലേഷ്യയിലാണ്, വളർന്നത് ബ്രിട്ടനിലാണ്. കേരളത്തിൽ നിന്നാണ് അരങ്ങിൽ മലയാളം പഠിച്ചത്. ഞാൻ അരങ്ങിലിനെയും ഡോക്ടർ ഗിരീഷ് കർണാടിനെയും ഒന്നിച്ച് മടപ്പള്ളി കോളേജിൽ കണ്ടിരുന്നു. പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയൊരു സെമിനാറിൽ അരങ്ങിലും ഗിരീഷ് കർണാടി, ജ്ഞാനപീഠം കിട്ടിയ കന്നഡ ഓതർ ഗിരീഷ് കർണാട്. അപ്പോ അങ്ങനെ ഒരാളെ എടുത്തുകൊണ്ട് ഈ ഒരു വിശേഷണം പറയാൻ പറ്റുമോ? കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലേഴ്സിനേക്കാളും നന്നായി, ഏത് ആ യൂണിവേഴ്സിറ്റി അധ്യാപകനേക്കാളും നന്നായി ഭാഷയും പരിജ്ഞാനമുള്ള ഒരുപാട് രാഷ്ട്രീയക്കാർ അന്നുമുണ്ട്, എന്തുമുണ്ട്. ഇപ്പൊ രാഷ്ട്രീയക്കാരെ അങ്ങനെ ചെറുതാക്കണ്ട, അങ്ങനെ ബെലിറ്റിൽ ചെയ്യണ്ട. അങ്ങനെ ചെറുതാക്കുന്ന ആള് തന്നെ എന്തെങ്കിലും ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി രാഷ്ട്രീയക്കാരന്റെ വീടിൽ 10,000 തവണ പോകുന്നവർ. പക്ഷെ എന്തുകൊണ്ടോ വല്ലാതെ മൂല്യശോഷണം വന്നൊരു പദമായി മാറിയിരിക്കുന്നു ഈ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്നൊക്കെ ഉള്ളത്. അപൂർവം പേർ ആ ഒരു പദത്തിൻ്റെ അതിൻ്റെ ജ്വലനം, അതിൻ്റെ കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ
വെള്ളമൊഴിച്ച് കെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സംപ്ലറി പൊളിറ്റീഷ്യൻ എന്തായിരിക്കണം? അത് വില്ലേജ് തലത്തിൽ പ്രവർത്തിക്കുന്ന ആളായാലും, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളായാലും, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ആളായാലും, അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ടുള്ള ബന്ധം, അദ്ദേഹം ജനങ്ങളുമായിട്ടുണ്ടാക്കുന്ന ഹാർമോണിയസ് റിലേഷൻഷിപ്പ്, അതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ സംസാരിച്ച ഒരു മുഴുവൻ ചിത്രനെ കുറിച്ച് പറഞ്ഞത്. അവർക്ക് സംസാരിക്കുമ്പോൾ വാക്കുകൾ എങ്ങനെ ഒഴുകി വരികയാണ്. ഒരു നാടിൻ്റെ സ്പന്ദമായി അദ്ദേഹം മാറുന്നു. പക്ഷേ അകാലത്തിൽ അദ്ദേഹം മരിച്ചു പോകുന്നു. ആ ലെബനോണിലെ മിസ്റ്റിക്കാണ് ഖലീൽ ജിബ്രാൻ. ലെബനോണിലെ മിസ്റ്റിക്കാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ദ ടാഗോർ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ടാഗോർ ആണ്, ലെബനോണിലെ ടാഗോർ എന്നാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ മാസ്റ്റർ പീസായ പ്രവാചകനിൽ മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. മരണം എന്നുള്ളത് ജീവിതത്തിൻ്റെ അന്ത്യമല്ല, മറ്റൊരു തുടക്കമാണ്. പ്രവാചകൻ എന്ന ചെറിയ കൃതിയുടെ മിഡിൽ ഭാഗത്ത് മരണം എന്നൊരു അധ്യായമുണ്ട്. അതിൽ പറയുന്നത് അതൊരു മറ്റൊരു തുടക്കമാണ്. അതോടെ ജീവിതം അവസാനിക്കുന്നില്ല. ഇപ്പൊ പൗരസ്ത്യ ദേശത്തെ ദർശനം, ഭാരതീയ ദർശനം, സോഫിസം, ഇതൊക്കെ പറയുന്നത് മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല എന്നാണ്. പ്യുവർ മെറ്റീരിയലിസ്റ്റുകൾ, ഭൗതികവാദികൾ മാത്രമേ മരണത്തോടുകൂടി അവസാനിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അവസാനമായി ഞാൻ മാടായി ഭാഗത്ത് അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ മാടായി ഭാഗത്തൊരു ക്രിസ്ത്യൻ ദേവാലയം, ആ ദേവാലയത്തിൻ്റെ ചുമരിൽ പെയിന്റ് കൊണ്ടൊരു 2-3 സെന്റൻസസ് എഴുതി വെച്ചിരിക്കുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം, നിങ്ങൾ ദൈവത്തെ കാണുന്നുണ്ടോ? അതിനടിയിൽ ഇല്ല. നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടികളെ കാണുന്നുണ്ടോ? ഉണ്ട്. ദൈവത്തിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും എളുപ്പമാർഗമേത്? ദൈവത്തിന്റെ സൃഷ്ടികളെ നിങ്ങൾ നിഷ്കാമമായി സ്നേഹിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാത്ത ദൈവത്തിൽ എത്തിച്ചേരാം. അപ്പൊ ചിത്രം ചെയ്തതും നിഷ്കാമ കർമ്മമാണ്. ഒരു ഗ്രാമത്തിന്റെ പൾസായി അദ്ദേഹം മാറും. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അദ്ദേഹം കടന്നു കയറിയത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ ഈ ചെറുഭാഷണം അവസാനിപ്പിക്കുന്നു. എന്നെ ഈ ഫംഗ്ഷൻ ക്ഷണിച്ച ഡൈനാമിക്കായ മനീഷിനും സദസ്യർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ആ ബാച്ച് എന്നും ചിത്രന് ഒരു സൗഹൃദമായി തന്നെ, ഒരു വലിയമായി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ആ 89-ാം ബാച്ചിൻ്റെ പ്രതിനിധി KK ബാലകൃഷ്ണൻ, സദസ്സിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെ പറഞ്ഞുപോയ കുറേ ഭാഗങ്ങൾ കേട്ടിട്ട് ഒരു വീർപ്പുമുട്ടലോടുകൂടിയായിരുന്നു ഇവിടെ ഇരുന്നത്. ചിത്രൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ചിലപ്പോൾ 1984-85 കാലഘട്ടത്തിൽ പാനൂർ ഹൈസ്കൂളിൽ ഒന്നും തിരിയാതെ വന്ന കുറച്ച് ആളുകളുടെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ വളരെ ആക്റ്റീവായിട്ട് പാനൂരിനെ കുറിച്ചൊക്കെ നന്നായി അറിയാവുന്ന, നമ്മളെ പാനൂരിൻ്റെ പല ഭാഗത്തേക്കും കൂട്ടിക്കൊണ്ടുപോയി പരിചയപ്പെടുത്തിയ ഒരു സുഹൃത്തായിട്ടായിരുന്നു. അതിനുശേഷം ഈ 35 വർഷത്തെ കാലയളവിൽ എത്രയോ ദിവസങ്ങൾ ഈ വീട്ടിലും ഇവിടെയുള്ള ഓരോ ആളെ, ചിത്രൻ്റെ പ്രിയ സഹധർമ്മിണി പ്രഷീജ ആയാലും, മക്കളായാലും, അനിയൻ സുനിയായാലും, അമ്മയായാലും എല്ലാവരെയും കാണാനും വല്ലപ്പോഴും ഈ വീട്ടിലേക്ക് കടന്നു വരാനും അകത്ത് പോലും കയറി ചെല്ലാനുമുള്ള ഒരു സ്നേഹം നമുക്കിവിടുന്ന് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചിത്രൻ്റെ ഓർമ്മകൾ. ചിത്രൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ തീരില്ല. ഇവിടെയുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സുഹൃത്ത് എന്നുള്ളതിൽ എപ്പോഴും വിളിച്ചാൽ വിളി കേട്ട് ചിലപ്പോൾ ഒരു 6 മണിക്കോ 7 മണിക്കോ ഉള്ളിൽ എന്തെങ്കിലും ചെയ്ത് തീർത്ത് പോകുന്ന ചിത്രൻ, അതിനുശേഷം അവൻ്റെ കൂടെ ഒരുപാട് കാലമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് പിന്നീട് വേറെയും ജോലികൾ ചെയ്തുകൊണ്ട് ഇത്രയും നിരവധി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു പോലും നമുക്കറിയില്ലായിരുന്നു. വളരെ അടുത്ത സുഹൃത്ത് എന്നുള്ളത് പോലും, സുഹൃത്ത് എന്ന് പറയുമ്പോൾ എന്തും വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന, അല്ലെ കണ്ടാൽ
മണിക്കൂറുകളോളം സംസാരിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ വേർപാട് അത് പറഞ്ഞാൽ തീരില്ല. നമുക്ക് ഇപ്പോഴും ഇവിടെ കയറി വരുമ്പോൾ പോലും ചിത്രം ഇല്ല എന്നുള്ള ഓർമ്മയില്ല. ചിത്രം പിറകിലേക്ക് എൻ്റെ ചിരിച്ചു നിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം മനസ്സിന് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ ആൾക്കും മനസ്സിലാവില്ല. അത്രയും അടുപ്പം, മാനസികമായിട്ട് അടുപ്പമുള്ള വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ചിത്രം. കൂടുതൽ പറഞ്ഞ് ധരിപ്പിക്കുന്നില്ല. ചിത്രൻ്റെ അകാലമായിട്ടുള്ള ഈ വിടവിൽ ദുഃഖാർത്തരായ കുടുംബത്തോടൊപ്പം ഒരു പിടി പൂക്കൾ വിതറിക്കൊണ്ട് ചിത്രൻ്റെ ഓർമ്മകളിലൂടെ ചിത്രനെ ഓർമ്മിച്ചുകൊണ്ട് ചിത്രനെക്കുറിച്ച് ഒരു 2 വാക്ക് സംസാരിക്കാൻ ഇവിടെ വേദി ഒരുക്കുന്ന ഈ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ റിക്വസ്റ്റ് സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ദൂരെ നിന്നും പല പരിപാടികളും മാറ്റിവെച്ച് ഇവിടെ എത്തിയിട്ടുള്ള പ്രേമാനന്ദ സ്വാമികൾ, അതുപോലെ ചിത്രൻ്റെ അസുഖം അറിഞ്ഞ അന്ന് ഞെട്ടലോടുകൂടി എന്നോടൊപ്പം കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് വരികയും അതിനുശേഷം ചിത്രനോടൊപ്പം നിഴലുപോലെ അവസാനം വരെയും അതിനുശേഷം ഇന്ന് വരെയും എല്ലാ കാര്യത്തിനും നേതൃത്വം കൊടുത്ത എൻ്റെ സുഹൃത്ത് മിസ്റ്റർ മനീഷിനും പ്രത്യേകം നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന എൻ്റെ സഹോദരന്മാരെ, ചിത്രൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്ന് നമുക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 21 ദിവസമായിട്ടും ചിത്രൻ്റെ ആ ചിരിച്ച മുഖം നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരികയാണ്. 10-25 വർഷമായിട്ട് എനിക്കും ചിത്രനും ഇടയിലുള്ള ബന്ധം ഒരു അഗാധമായ സാഹോദര്യ ബന്ധമാണ്. ചിത്രൻ്റെ അസുഖം എത്രത്തോളം സീരിയസ് ആണ്, മെഡിക്കലായിട്ട് ഇനി ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയിലെത്തിയിട്ടും ചിത്രന് അങ്ങനെ ഒരു രോഗമുള്ളതായിട്ട് ചിത്രൻ പോലും അറിഞ്ഞിരുന്നില്ല. കേവലം ആഴ്ചകൾ കൊണ്ട് നമ്മളെ വിട്ടുപിരിഞ്ഞ ചിത്രൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകാം, ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഈ അഗാധത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ചിത്രൻ്റെ കുടുംബത്തിനും കൂട്ടുകാർക്കും മറ്റു ബന്ധുമിത്രാദികൾക്കും അതിനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദന നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം. പ്രിയപ്പെട്ട ചിത്രൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 21 ദിവസം കഴിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ നാടിനുണ്ടായിട്ടുള്ള സേവനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള വേദനകൾ, അതെല്ലാം അതിജീവിച്ച് അദ്ദേഹം ഉയർത്തിപ്പിടിക്കപ്പെട്ടിട്ടുള്ള അമൂല്യമായുള്ള മൂല്യങ്ങൾ ഈ നാടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് മുന്നോട്ട് പോകാൻ കരുത്തും ഊർജവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പാർട്ടിക്കും നാടിനും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ശ്രദ്ധാഞ്ജലി അദ്ദേഹം BDJSൻ്റെ കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ശ്രീനാരായണ കൂട്ടായ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിലും SNDPയുടെ താഴെത്തട്ടിൽ നിന്ന് ശാഖയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിലും, അതുപോലെ തന്നെ യുവജന വിഭാഗത്തിൻ്റെ ജില്ലാ ട്രഷറായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു എവിടുന്നോ കടന്നു വന്ന പോലെ
ആലോചിക്കാൻ പോലും കഴിയാത്ത നിലയിൽ എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് മരണമെന്ന കോമാളി ചിത്രനെ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. അംഗീകരിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് യാതൊരുവിധ നിശ്ചയവും ഇല്ലാത്ത നിലയിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള പലരും ഇവിടെ നിൽക്കുന്നത്. ചിത്രനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ BDJSൻ്റെ തലശ്ശേരി മണ്ഡലം പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ചിത്രനുമായിട്ട് അടുത്ത് അറിയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മുന്നിൽ ചിത്രൻ്റെ ജീവിതങ്ങൾ അവിടെ നിങ്ങോട്ട് പച്ചയായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ രീതിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ ചിത്രനെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ചിത്രൻ്റെ ഹൃദയത്തിനുള്ളിൽ ഏറ്റവും അലിഞ്ഞു നിൽക്കുന്ന കാരുണ്യമുള്ളൊരു നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ചിത്രൻ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അലിവുള്ളൊരു മനസ്സിനായിരുന്നു. ആ അലിവ് തൻ്റെ ജീവിതത്തിൽ അങ്ങോളം നിർവഹിക്കപ്പെട്ടു. ഈ 50 വർഷക്കാലത്തിനുള്ളിൽ കാരുണ്യമായിട്ട് തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ അലിവയുടെ ഭാഗമായിട്ട് തൻ്റെ ജീവിതത്തിലെ തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന നിലയിലേക്ക് എൻ്റെ വരുമാനത്തിൽ നിന്നൊരു ഭാഗം മാറ്റിവെക്കുന്നൊരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ചിത്രൻ എന്നോട് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ BDJSൻ്റെ തലശ്ശേരി നിയോജകം ബോർഡ് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഘട്ടം, ആ കാലഘട്ടത്തിൽ എന്നോട് ആദ്യം പറഞ്ഞത്, മനീഷേ, എൻ്റെ വീട്ടിൽ ഈ തിരുവോണ ദിവസം അതിൻ്റെ 2 ദിവസം മുമ്പ് ഒരു യോഗം വെച്ചിട്ടുണ്ട്, മനീഷ് വരണം. ആ നാട്ടിലെ അടുത്തുള്ള വീട്ടുകാരെല്ലാവരെയും ആ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ചിത്ര? അതൊക്കെ നമുക്ക് അന്ന് പറയാം, മനീഷ് വരണം. ഞാൻ ആ യോഗത്തിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആ യോഗം ഉദ്ഘാടനം ചെയ്യണം, എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നിർവഹിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, ഓണനാളിൽ, തിരുവോണ നാളിൽ എല്ലാ വീടുകളിലും എൻ്റെ അധ്വാനത്തിൽ നിന്നുള്ളൊരു പങ്ക് വാഗപ്പഴിയില്ലാതെ ഈ പ്രദേശത്തിലെ എല്ലാ വീടുകളിലും എത്തണമെന്നുള്ള ചിന്തയോടുകൂടി ഒരു ഓണക്കിറ്റ്, ഓണവും ഗുരുദേവനെയും വെച്ചുകൊണ്ട് ചതിയവും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഓണച്ചതിയ കിറ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അത് എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. തൻ്റെ കൂലിവേലയെടുത്ത് ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ ആ വരുമാനത്തിൽ നിന്നൊരു ഭാഗം ജനങ്ങൾക്ക് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും ചെയ്തിരുന്നു അദ്ദേഹം. ആ നിലയിലേക്കായിരുന്നു കാര്യം നീങ്ങിക്കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മളറിയാത്ത പല കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഏതെങ്കിലും രോഗത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ വീടുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടൻ അത് ഇടപെടാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിപ്പെടുന്ന പാടുകൾ. ഇവിടെ പാലിറ്റീവിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ആ നിലയിലേക്ക് ജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, നേരത്തെ സുരേന്ദ്ര മാഷ് ഉൾപ്പെടെ ഷാഹുൽ ഹമീദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞതുപോലെ ചിരിച്ചുകൊണ്ടുള്ള
വിദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാനക പോലും ഇല്ലാകാത്ത നിലയിലേക്ക് സംസാരിക്കുന്ന ഏത് വീടിലും കയറി ചെന്നിരുന്ന് അവരുടെ ഏത് കാര്യങ്ങളിലും ഇടപെടാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനം, അത് നേരിട്ട് കാണാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന പാനൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ നമുക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പാനൂരിലെ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തോട് 1-ാം വാർഡിൽ മത്സരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പാർട്ടി ശക്തമായി മുന്നണിയോട് കൃത്യമായി പറഞ്ഞുകൊണ്ട് 1-ാം വാർഡ് VDJസിന് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ വാങ്ങിയെടുത്ത വാർഡിൽ മത്സരിക്കാൻ വേണ്ടി ചിത്രനോട് ആവശ്യപ്പെടുകയാണ് പാർട്ടി. ആയിട്ട് മത്സരിക്കപ്പെടുന്നത് ഇന്നിവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഇന്നത്തെ വാർഡിൻ്റെ മെമ്പർ PK പ്രവീണായിരുന്നു. PK പ്രവീണിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, PR കുറുപ്പിൻ്റെ ചെറുമകൻ. അതിനുപരി KP ദിവാകരൻ്റെ മകൻ എന്ന നിലയിൽ ആ വാർഡിലെ എല്ലാ ജനങ്ങളിടയിലും അവരുടെ പ്രവർത്തനങ്ങൾ, ചിത്രനെ പോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ ചിത്രന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഒരുപക്ഷെ ഈ കുടുംബത്തിനെ എടുത്ത് പരിശോധിക്കുമ്പോൾ ചിത്രൻ്റെ ആ ഏറ്റവും എല്ലാ കാര്യങ്ങളും എന്നെപ്പോലെ സംസാരിക്കുന്ന അവരുടെ വ്യക്തിയായിരുന്നു PK പ്രവീൺ. ചിത്രനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടായി ആ കാലഘട്ടത്തിൽ. ചിത്രനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം മാത്രമല്ല, ചിത്രൻ ആ കാര്യങ്ങൾ പാർട്ടി ആവശ്യപ്പെട്ടു ചിത്രനോട് ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചിത്രം പറഞ്ഞു, പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും, എനിക്ക് ഏറ്റവും പ്രയാസമുണ്ട്. ചിത്രം പറഞ്ഞ വാക്കുകളാണ്. അന്നൊക്കെ നമ്മളോട് ചിത്രം പറയുന്ന ഏത് കാര്യം തുറന്ന് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ തുറന്ന് സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ പാർട്ടി പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കും, എനിക്ക് ജീവനാണ് പാർട്ടി, എനിക്ക് ജീവനാണ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രൻ പാർട്ടി പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കും, എവിടെ പോയി മത്സരിക്കാനും ഞാൻ തയ്യാറാണെന്ന് ആ ഏറ്റവും പ്രയാസപരമായിട്ട് PK പ്രവീണിനെ എതിരെ മത്സരിക്കേണ്ടി വരുമെന്നുള്ള ഏറ്റവും പ്രയാസം ഉള്ളിൽ വെച്ചുകൊണ്ട് ആ ചിത്രം പറഞ്ഞത് പാർട്ടി പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കുമെന്ന്. അതാണ് ചിത്രൻ. അവിടെയാണ് ആ മഹത്വം, അവിടെയാണ് ചിത്രന്റെ മഹത്വം നിലനിൽക്കുന്നത്. അവിടെയാണ് ആ പാർട്ടി പറഞ്ഞാൽ ഏറ്റെടുക്കുമെന്ന് പറയുകയും എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി തന്നെ പ്രവീണോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനാണ് ഇവിടെ BDJസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയപ്പോൾ 1-ാം വാർഡിൻ്റെ ചിത്രം തന്നെ ഒരു മാറി. നല്ല തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്നു. ഒരുപക്ഷെ ആ വാർഡിൽ നിലനിൽക്കുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ടാകാം. ആ തെരഞ്ഞെടുപ്പിലെ ചിത്രങ്ങൾ അവർക്കെല്ലാം അറിയുമ്പോൾ ആ വാർഡിൻ്റെ ഓരോ വീടുകളിലും ഉള്ളിലും ആശയമായിട്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന നിലയിലുള്ള ഒരു വലിയ ചിത്രമായിരുന്നു ആ തെരഞ്ഞെടുപ്പിലെ ചിത്രം. ഞങ്ങളൊക്കെ വീടുകൾ കയറുമ്പോൾ എവിടെ തള്ളണം എവിടെ കൊള്ളണം എന്നുള്ള നിലയിലേക്ക് വലിയ നിലയിലുള്ള വികാരങ്ങൾ ചിത്രനെയും മാറ്റിവെക്കാൻ കഴിയില്ല, പ്രവീണിനെയും മാറ്റിവെക്കാൻ കഴിയില്ല എന്ന നിലയിലായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രമുണ്ടായിരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ചിത്രൻ എന്ന് പറയുന്നത് ആ വാർഡിന്റെ ഉള്ളിലെ ഓരോ ജനങ്ങളുടെ ഉള്ളിലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ ആ ചിത്രം മാത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് ചിത്രൻ. ആ ചിത്രൻ ആ ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ജീവിച്ചിട്ടുള്ള ചിത്രനാണ് നമുക്ക്
ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ആ ചിത്രൻ ഇവിടെ ജീവിക്കുന്നുണ്ട്, നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. ഈ ചിത്രൻ ഒരിക്കലും മരിക്കപ്പെടില്ല. ഈ നമ്മുടെ നാടിൽ ആ ചിത്രന്റെ അലിയൊലികൾ ഉണ്ടാകും. ആ ചിത്രം ഉയർത്തിപ്പെട്ട മുദ്രാവാക്യം, ആ ചിത്രം ഉയർത്തിപ്പെട്ട ആശയം, ആ ചിത്രം ഉയർത്തിപ്പെട്ട സാമൂഹ്യ നന്മകൾ, ആ ചിത്രം ഉയർത്തിപ്പെട്ടിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ, അതെല്ലാം ആ ചിത്രന് വേണ്ടി ഏറ്റെടുക്കാൻ ആ ചിത്രന്റെ പാർട്ടിയുണ്ട്, ചിത്രന്റെ കുടുംബമുണ്ട്, ചിത്രന്റെ നാടുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ കൂട്ടായ്മയുണ്ട്, SNDP ഉണ്ട്. ഈ നാട്ടിൽ എല്ലാ ജനങ്ങളുമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടയില്ല. അവിടെയാണ് നമ്മൾ കാണുന്നത്. ആ നിലയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മരണം ഒരു കോമാളിയാണ്. അതെപ്പോ വരും എപ്പോ പോകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ചിത്രം നമുക്ക് തന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ചിത്രം മുന്നോട്ട് വെച്ചിട്ടുള്ള കുറേ ആശയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കിനി ചെയ്യാനുള്ളത് ആ ആശയങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയണം. ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാനതാ പറഞ്ഞത്, ഞാനതിൻ്റെ ഒന്നിൽ കണ്ട കാര്യമുണ്ട്. ഞാൻ ഈ കാലഘട്ടത്തിൽ ചിത്രൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ 6 മാസക്കാലത്തോളം, ഈ 4 മാസക്കാലത്തോളം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിശോധിക്കും. ചിത്രൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഞാൻ ആദ്യം കാണുന്ന ചിത്രനെ പാനൂരിലെ ടൗണിൽ ചിത്രനൊരു സൗഹൃദ വലയമുണ്ട്. നമ്മുടെ P. സജീവൻ അല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാനൂർ ലോക്കൽ കമ്മിറ്റി അംഗം P. സജീവൻ, കലാകാരൻ ആർട്ടിസ്റ്റായിട്ടുള്ള ഷനീജ് പാനൂർ, KV അജിയൻ, പ്രമോദ് ഉൾപ്പെടെയുള്ള പ്രദീപൻ ഉൾപ്പെടെയുള്ള ഒരു സൗഹൃദ വലയം. നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ, ആ സൗഹൃദ വലയം, അന്നുണ്ടായിരുന്ന ആ സൗഹൃദ വലയം അതുപോലെ ഇന്ന് നിലനിർന്നിട്ടും ചിത്രന്റെ ഈ കാലഘട്ടത്തിൽ ചിത്രന് വേണ്ടിയിട്ട് ആ ചിത്രൻ ഇന്ന് നമ്മോട് ഇല്ല എങ്കിൽ പോലും ഈ കുടുംബത്തെയും ഈ വീടിനെയൊക്കെ സംരക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് ആ സൗഹൃദ വലയം ഇന്നും നിലനിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതാണ് ചിത്രൻ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന നന്മകൾ ഇവിടെ ഇല്ലാതാകുന്ന കാലഘട്ടത്തിൽ ചിത്രൻ കണ്ടോത്തിന്റെ ആ സൗഹൃദ വലയങ്ങൾ ഇന്നും ആ ചിത്രന് ചുറ്റുമായിട്ട്, ചിത്രന്റെ കുടുംബത്തിന് ചുറ്റുമായിട്ട്, ഇന്ന് ചിത്രന്റെ വീടിന് ചുറ്റുമായിട്ട് ആ സൗഹൃദ വലയം അതുപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചിത്രൻ എന്ന് പറയുന്ന മഹത് വ്യക്തി എത്രത്തോളം ഉണ്ടെന്നും എത്രത്തോളമാണ് ഈ 50 വർഷക്കാലത്തോളം ചിത്രൻ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ, ഈ നാടിന് ചെയ്തിട്ടുള്ള സേവനങ്ങൾ എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ 89 ബാച്ച് അദ്ദേഹത്തെ SLC ബാച്ച് മുറുകെ പിടിച്ചു. ഈ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ആ SLC ബാച്ച്, ആ ചിത്രൻ, ആ SLC ബാച്ചും ആ കുടുംബവും ആ SLC കാലഘട്ടത്തിൽ അവരോട് ഒന്നിച്ചുണ്ടായിരുന്ന കാലഘട്ടം, അതിനുശേഷം അവരുടെ ഇപ്പോഴത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതുപോലത്തെ വിദ്യാർത്ഥി കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെയെല്ലാം ഓടിയെത്തിയിട്ട് അവരുടെ കണ്ണിലുണ്ണിയായിട്ട് നിലനിന്നതിന്റെ ഭാഗമായിട്ടാണ് അതെല്ലാം മുറുകെ പിടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഷാവുൽ ഹമീദും അതുപോലത്തെ ബേങ്കിൽ ഹനീഫി എല്ലാം പറഞ്ഞതിൽ അതൊരു സത്യമാണ്. ബേങ്കിൽ ഹനീഫി ഷാവുൽ ഹമീദ് പറഞ്ഞത്, അന്ന് ശരിക്കും പറഞ്ഞാൽ എത്രയോ സാധനം അന്ന് വാങ്ങിയിട്ടുണ്ട്. 10,000 രൂപയുടെ സാധനം വാങ്ങിയിട്ടും ചിത്രം പറഞ്ഞത് ഇത് ജനനന്മക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ്, അതുകൊണ്ട് ഞാൻ പൈസ വാങ്ങില്ല, നിങ്ങൾ അവിടെ വെച്ചു എന്ന്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്, ചിത്രൻ ഇത് വെച്ചിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ ഒരു സാധാരണക്കാരൻ ചിത്രൻ അത് പറയാൻ കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ ആ നന്മകൾ അവിടെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെയായിരുന്നു ചിത്രൻ SNDP രംഗത്ത് കടന്നു വന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഗുരുവിനെ അതുപോലെ ഗുരുവ് എന്താണോ ഉപദേശിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയാവുന്ന നിലയിലേക്ക് ശ്രമിച്ചിട്ടുള്ള ചിത്രം കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഗുരുദേവന്റെ ആശയങ്ങൾ എന്തെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാമാണോ നാട്ടിൽ അത് പ്രചരിപ്പിക്കുക, അതിനാവശ്യമായുള്ള കാര്യങ്ങൾ ഏതെല്ലാം രീതിയിൽ ചെയ്യണമെന്ന് വളരെ
ശക്തമായ നിലയിൽ ഒറ്റിയാൻ പോരാട്ടത്തെ പോലും ഒരു പാനൂരിലെ പല പ്രതിസന്ധികളും SNDPയുടെ പല പ്രതിസന്ധി ഘട്ടത്തിലും ഗുരുദേവന്റെയും SNDP പ്രസ്ഥാനത്തിനെയും മുറുകെ പിടിച്ചുകൊണ്ട് ഒറ്റിയാൻ പോരാളിയെ പോലെ നിന്നുകൊണ്ട് അതിനെല്ലാം മുന്നോട്ട് കൊണ്ടുവന്നുള്ള ചിത്രൻ. ആ ചിത്രൻ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് പൂർണ്ണമായിട്ടും പറയാം, ആ ചിത്രനെ SNDPയും അതുപോലെ തന്നെ BDJസും ശ്രീനാരായണ കൂട്ടായ്മയും ഒക്കെ അതുപോലെ ആ ചിത്രത്തിന്റെ കുടുംബത്തെ മുറുകെ പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ടതില്ല. അതിനാവശ്യമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗത്തോടും അതിന്റെ മുറയോടും കൂടി നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ചിത്രന്റെ സർവകക്ഷി അനുശോചന യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ചിത്രന്റെ കൂടെ ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുള്ള BDJസിന്റെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MK രാജീവിനെ ക്ഷണിക്കുകയാണ്. ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത ചിത്രനോടുള്ള ആദരസൂചകമായി ഇവിടെ പങ്കെടുത്ത മുഴുവൻ നാട്ടുകാർക്കും ഇവിടെ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടന സാംസ്കാരിക മേഖലകളിൽപ്പെട്ട സമാരാധനായ നേതാക്കന്മാരെ ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ചിത്രനോടൊപ്പം കൂടെ നിന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതെല്ലാം ഇവിടെ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ചിത്രനില്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ഭാവമാണ് എനിക്കും. ഒരു പ്രവർത്തനത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. സംഘടനാ തലത്തിലായാലും രാഷ്ട്രീയ തലത്തിലായാലും ഞാനും ചിത്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അതുപോലെ തന്നെ ചിത്രൻ്റെ ഈ അകാല വിയോഗത്തിൽ കുടുംബങ്ങൾക്കും സംഭവിച്ചതുപോലെ തന്നെ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ ഇവിടെ പങ്കെടുത്ത എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഭക്ഷണമുണ്ട്, ആ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പിരിയാവും. ഇവിടുത്തെ കുടുംബാംഗങ്ങളോട് എനിക്ക് അഗാധമായ വേദനയും ദുഃഖമാണ് എനിക്ക് രേഖപ്പെടുത്താനുള്ളത്. എൻ്റെ പാർട്ടിയും അതോടൊപ്പം രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ദേഹവിയോഗത്തിൽ 1000 പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.